നിരീക്ഷിക്കുക.
ചാർജ് പോകണം.
ദീർഘമായ
ശ്വാസം അകത്തേക്ക് ഉന്മേഷിപ്പിച്ചോടൊപ്പം ശ്വാസത്തേക്ക് സ്വന്തം ശരീരത്തെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും ഈ മഹിമകരമായ അവസരം ജീവിതത്തിൽ ലഭിച്ചതിനുള്ള നന്ദി ഗുരുവായ ഭഗവാന്റെ സാക്ഷാത്കാരം പ്രണമിച്ചു അർപ്പിച്ചു സംസർഗത്തെ കണ്ണുകൾ തുറക്കുക. ശ്രീമതി മഹാജ്ഞാനയജ്ഞം മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യന്റെ ഈ അവബോധം സമയമാണല്ലോ. ആ സമയം ഇവൻ അന്വേഷിച്ച ഏതൊരു ശക്തി ഏതാണ് ശക്തി? അതെങ്ങനെ അറിയാൻ പറ്റും? ഇവന്റെ ഭാവം അപ്പൊ ആകാശത്തിരിക്കുന്ന ഒരു താടി ഈശ്വരൻ അങ്ങനെ അപ്പൊ ആകാശത്തേക്ക് അപ്പൊ മനസ്സിലായി നന്മകൾ ചെയ്യണം. അപ്പോ സ്വർഗം നന്മകളാണ്. അപ്പൊ അവിടെ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോ പിന്നെ മനുഷ്യൻ അതായത് സ്വർഗത്തിൽ നരകത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തിളച്ചെടുത്ത് സഹിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ എത്തിച്ചേരാനല്ല പ്രയാണത്തിൽ. അപ്പൊ ഈ സങ്കല്പങ്ങളൊക്കെ കണ്ടുപിടിക്കും ഈശ്വരൻ അവിടെ ഇരിക്കുന്നതാണ്. അപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാലോ സ്വർഗത്തെത്തി കഴിഞ്ഞാലോ അവിടെ അപ്പൊ തന്നെ അത് ചിക്കൻ അല്ല ബേർഡ് 65 അങ്ങനെ രീതിയിലുള്ള സങ്കല്പങ്ങളൊക്കെ ഉണ്ടായി. സങ്കല്പങ്ങളുടെ ഒരു അവസ്ഥ അടിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മുടെ സംസ്കാരത്തിലാണ് സുഖം എന്ന് പറയുന്നത് ദുഃഖം തന്നെയാണ്. ജീവിതത്തിൽ ദുഃഖം നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവസാനം ദുഃഖം നൽകിയിട്ടില്ല ആണല്ലോ. അന്ന് ഓർക്കല്ലേ അങ്ങ് സന്തോഷിച്ച് പ്രണയിച്ച് അതോ സമയത്ത് സുഖം മൊത്തം ആ പാട്ടാണ് കല്യാണം കഴിക്കുമ്പോ ദുഃഖത്തിന്റെ കാരണമാണ്. അപ്പൊ അന്ന് കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇയാൾ ഇല്ലാണ്ട് കല്യാണം കഴിച്ചപ്പോ ഇയാൾ പോയാലേ പറ്റും. ഇതാണ് സുഖം ദുഃഖം എല്ലാം ഒരു നാണയമായ വശങ്ങളാണ്. അപ്പൊ ഈ സ്വർഗം സ്വർഗത്തെ സുഖം മാത്രമാണ്, നരകത്തെ ദുഃഖം മാത്രമാണ്. ഭാരതീയ ഋഷീശ്വരന്മാർ പറഞ്ഞു സുഖമായാലും ദുഃഖം വിജയമായ പരാജയം ഏതവസ്ഥയാണെങ്കിലും അത് വെറും ദൈവികം മാത്രമാണ്. അത് ഈ ഭൂമിയിൽ നമ്മൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ശരീരത്തിന്റെ ഭാവങ്ങൾ മാത്രമാണ്. ശീത ആത്മാവ് എന്ന് പറയുന്നത് ആത്മാവ് സുഖത്തിന് വിജയോ അതുകൊണ്ടാണ് സത്യം ഏറ്റവും ശുദ്ധമായ ഇനി വരാനിരിക്കുന്നു. ഇതെല്ലാം നിർണ്ണയിക്കുക നമ്മുടെ കർമ്മവും കർമ്മഫലവും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ കർമ്മവും കർമ്മഫലമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തില് നമ്മൾ കടന്നു പോകേണ്ട ഓരോ അനുഭവങ്ങളും നേരത്തെ തന്നെ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഓരോ അനുഭവങ്ങൾ വരുമ്പോ എന്താ ഭഗവാൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ അയ്യോ എന്താ നിന്റെ ബോധത്തിലേക്ക് മാത്രം. നിന്റെ ബോധം എന്താ മാത്രം
അത് മാത്രം മതി. അല്ലാതെ എല്ലാ നിമിഷവും പോകും, വ്യക്തികൾ മാറിക്കൊണ്ടിരിക്കും, അവസരം മാറിക്കൊണ്ടിരിക്കും, ശരീരം മാറിക്കൊണ്ടിരിക്കും, എല്ലാം മാറിക്കൊണ്ടിരിക്കും. അവൻ ആ ആത്മാവിലേക്ക് നിന്നെ ശ്രദ്ധ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഞാൻ ആ ആത്മാവാണ് തിരിച്ചറിയ നിമിഷം ആനന്ദം നിറയാൻ തുടങ്ങും. ആൻഡ് ദാറ്റ് ഈസ് യുവർ സ്വരൂപ. അതാണ് നിന്റെ സ്വരൂപം. ഇത് കേട്ടപ്പോ അർജുനന്റെ ഉള്ളില് ഒരു ഇടിമിന്നൽ കിട്ടി. അർജുന സ്വസ്ഥമാവാൻ തുടങ്ങി. ഉള്ളിൽ ഭാവം, ആനന്ദത്തിന്റെ ഭാവം. ഈ ദുഃഖമായിരുന്നല്ലോ അർജുന്റെ ഉള്ളിൽ മുഴുവനും. ആ ദുഃഖം ഒന്ന് ക്ഷമിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇതിന്റെ സാഖ്യ യോഗം എന്ന് പറയാനുള്ള കാരണം. എപ്പോഴും നമുക്ക് ബുദ്ധി നേരെയാവുന്നത് ഏതൊരു കാര്യം ചിന്തിക്കാനുള്ള അവസ്ഥ ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് സ്വസ്ഥായിരിക്കണം. മനസ്സിങ്ങനെ പ്രക്ഷുബ്ധനാണെങ്കിൽ ബുദ്ധി പ്രവർത്തിക്കില്ല. ആണല്ലോ, മനസ്സിലെപ്പോഴും ടെൻഷനും പ്രശ്നമാണെങ്കിൽ നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റും നമുക്ക്. ഇല്ല. ബുദ്ധി ഉറച്ചിരിക്കണമെങ്കിൽ മനസ്സ് സ്വസ്ഥമായിരിക്കണം, ആനന്ദത്തിലായിരിക്കണം. ആനന്ദത്തിലാവണമെങ്കിൽ ഭഗവാൻ പറയുന്നു നിന്റെ സ്വരൂപത്തെ തിരിച്ചറിയണം. നീ കാണുന്ന ശരീരമാണ് തിരിച്ചു കഴിഞ്ഞാൽ നീ സുഖത്തിലും ദുഃഖത്തിലും വിജയത്തിലും പരാജയത്തിലും പെടും. നീ ആത്മാവെന്നറിയുന്ന നിമിഷം നീ ആനന്ദം മാത്രം. ആനന്ദത്തിൽ നിന്റെ മനസ്സും ചൈതന്യമായി സുഖത്തിൽ ആനന്ദത്തിൽ നിറവിലങ്ങനെ ഇരിക്കും. അപ്പൊ ബുദ്ധി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ബുദ്ധി ശുദ്ധമാവാൻ വേണ്ടിയിട്ട് ഭഗവാൻ സാഖ്യയോഗം ഉപദേശിച്ചു കൊടുത്തു. അതാണ് നമ്മള് കഴിഞ്ഞ ദിവസം രണ്ടാം ദിനം സാഖ്യയോഗം ആത്മാവിനെ കുറിച്ച്. അതായത് നമ്മുടെ സ്വരൂപം, ഞാൻ ആരാണ്, സത്യം ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇനി വരുന്ന ശ്ലോകം ഇത് യഥാർത്ഥത്തില് അർജുനന്റെ രണ്ടാമത്തെ സംശയം. ധർമ്മമേത അധർമ്മമേത, ഞാൻ ചെയ്ത് ശരിയാണോ തെറ്റാണോ, എന്റെ റൂട്ട്, ഞാൻ ജീവിക്കുന്ന രീതി ശരിയാണോ തെറ്റാണോ, ഇനി അതിലേക്കാണ് കടക്കുന്നത്. അർജുനോട് ഇനി ഭഗവാൻ പറയാൻ പോകുന്നത് നിന്റെ ധർമ്മം എന്താണ്. അർജുനൻ ആരാ? ഞാനാണ് അർജുനൻ. അപ്പോ എന്റെ ധർമ്മം എന്താണെന്ന് ഭഗവാൻ കേൾക്കാം. കേൾക്കണ്ടേ? ഓക്കെ. അപ്പം എല്ലാവർക്കും ശ്ലോകം പാരായണം കേൾക്കാം. ഇവിടെ ശ്ലോകം പാരായണം ചെയ്യുമ്പോ ഭഗവത്ഗീത കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കൂടെ പാരായണം ചെയ്യാം. കയ്യിലില്ലെങ്കിൽ കണ്ണിലടച്ച് ആ ശ്ലോക പാരായണത്തിനോടൊപ്പം അതൊരു മെഡിറ്റേഷൻ. കണ്ണടച്ചിരുന്നാൽ മാത്രം മതി. അധ്യായം 2 സാഖ്യയോഗം 31ാമത്തെ ശ്ലോകം എടുക്കാം. സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാവിരുദ്ധാത് ശ്രേയോ ക്ഷത്രിയസ്സന വിദ്യതേ. സ്വധർമ്മത്തെ അപേക്ഷിച്ച് നോക്കിയാൽ നീ ദുഃഖിക്കാൻ പാടുള്ളതല്ല. കാരണം ക്ഷത്രിയന് ധർമ്മയുദ്ധത്തെക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നുമില്ല. കണ്ണടച്ച് വെച്ച് ദീർഘമായ ശ്വാസം എടുക്കാം. ചെയ്യാനുണ്ടോ സ്വധർമ്മം? സ്വധർമ്മം എന്റെ ധർമ്മം എന്ന് വെച്ചാൽ ധർമ്മത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ശരിയായത്, നേച്ചർ, സ്വഭാവം, ഇതെല്ലാം ധർമ്മം എന്ന വാക്കായിട്ട് കൂടിച്ചേർന്ന് നിൽക്കണം. ശരി. അങ്ങനെയാണെങ്കിൽ ആത്മാവിന്റെ ധർമ്മം എന്താ? ആത്മാവിന്റെ ഒരു കണ്ടിന്യൂഷൻ കേട്ടോ. നമ്മൾ ഇന്നലെ ആത്മാവൻ തിരിച്ചറിയും നമ്മളെല്ലാവരും. നമ്മൾ ആ ബോധത്തിൽ നിന്നാണ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്നത്. നമ്മളിപ്പോ തിരിച്ചറിഞ്ഞു ഞാൻ ആരാണ്, എന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ്. രണ്ടാമത്തെ ഭാഗം സ്വരൂപധർമ്മം. അതായത് ഞാൻ ആരാണ് എന്നുള്ള ധർമ്മം. അതെന്താ? ആനന്ദം. ഇനി 2 സ്വഭാവധർമ്മം. ഈ സ്വഭാവധർമ്മത്തിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ ആനന്ദത്തിൽ നിന്ന് നമ്മൾ അകറ്റുന്ന എന്താ? അതായത് എന്റെ ശരിയായ സ്വരൂപം ആനന്ദമല്ല എന്ന് നമ്മുടെ ബോധത്തിൽ നിറയാനുള്ള കാരണം എന്താ? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം നമുക്ക് ആനന്ദത്തെ തിരിച്ചറിയാൻ പറ്റാത്തത്? എന്തുകൊണ്ടായിരിക്കാം? ആർക്കും അറിയാൻ പറ്റും?
എന്തുകൊണ്ടായിരിക്കാം? അതറിയണമെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ കിടന്ന 5-ാമത്തെ മാസത്തിലേക്ക് ഓർമ്മ വരണം. അത് ആർക്കെങ്കിലും ഓർക്കുണ്ടോ? അമ്മയുടെ വയറ്റിൽ കിടന്നിട്ടുണ്ടോ? ഓർമ്മയില്ലെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ഈ 5-ാമത്തെ മാസത്തിന് പ്രത്യേകതയുണ്ട്. 5-ാമത്തെ മാസത്തിലാണ് ഈ കുഞ്ഞ്, ഈ ഭ്രൂണത്തിന് ബോധം വരുന്നത്. ആ സമയം മുതൽ ഇവൻ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും കേൾക്കാൻ തുടങ്ങും, അനുഭവിക്കാൻ തുടങ്ങും. ആ സമയത്ത് അച്ഛൻ ഓർക്കണം, എപ്പോഴാ? 5-ാമത്തെ മാസം മുതൽ. കേട്ടോ, വെരി ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം. 5-ാമത്തെ മാസം മുതൽ ഈ കുഞ്ഞ് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ കേട്ടു തുടങ്ങും. അച്ഛൻ പറയുന്ന കേട്ട് അമ്മ വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷമത്തിന്റെ 90% കിട്ടുന്നത് ഈ കുഞ്ഞിനാണ്. 10% അമ്മ അനുഭവിക്കുന്നുള്ളൂ. ഇനി ഭർത്താവിന് മാത്രമല്ല, സ്വന്തം വീട്ടിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്. ഇനിയിപ്പോ നിങ്ങൾ ആ സമയത്ത് സിനിമ കാണാൻ പോയാൽ സിനിമയുടെ വികാരം ഈ കുഞ്ഞെന്ത് ചെയ്യും? കേൾക്കും, അനുഭവിക്കും. അങ്ങനെ 5-ാമത്തെ മാസം മുതൽ ഈ കുഞ്ഞ് ലോകത്തെ അറിഞ്ഞു തുടങ്ങും. അവനുള്ളിൽ പേടി വരും. നമുക്കറിയില്ല, ചിലർക്ക് ഈ ചെറുപ്പം മുതലേ ചില കാര്യങ്ങളൊരു പേടി ഉണ്ടാവും. ഈ പേടി എവിടുന്ന് വരുന്നത് അറിയോ? വയറ്റിൽ കിടക്കുന്ന സമയത്ത് അമ്മയിൽ നിന്ന് കിട്ടിയ പേടിയാ. അമ്മയുടെ ഓരോ പേടിയും, അമ്മയുടെ ഓരോ വികാരവും ഈ കുഞ്ഞ് അറിഞ്ഞുകൊണ്ടിരിക്കും. അവിടെ തൊട്ട് ഇവന് ഈ ധർമ്മം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ആനന്ദത്തിൽ നിന്ന് കുഞ്ഞ് മാറിക്കൊണ്ടിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? എപ്പോ തുടങ്ങിയെന്നറിയോ? നമ്മൾ വയറ്റിൽ കിടന്ന സമയം മുതലേ തുടങ്ങുന്നതാണ്. അവിടെ തൊട്ട് ഈ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് പേടി വരുന്നു, ഓരോ ഭാവങ്ങൾ കയറി വരുന്നു. ഇനി കുഞ്ഞ് പുറത്തേക്ക് വന്നു, ജന്മം എടുത്തു. ജന്മം എടുക്കുമ്പോ തൊട്ട് 5-ാമത്തെ മാസം മുതൽ ജന്മം എടുത്തു. അതിനുശേഷം 7-ാമത്തെ വയസ്സ് വരെ, 7-ാമത്തെ വയസ്സ് വരെ ഈ കുഞ്ഞിന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റ്, പേഴ്സണൽ ഡെവലപ്പ് ചെയ്യണം. 7-ാമത്തെ വയസ്സ് വരെ. ആ 7-ാമത്തെ വയസ്സ് വരെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ബുദ്ധിയുടെ അവസ്ഥ ഏറ്റവും ഫ്രണ്ടിലാണ്, ഭാഗത്താണ്. ഇത് അത് വളരെ ലാഭം. 7-ാമത്തെ വയസ്സ് വരെ, ആ സമയം വരെ ഈ തീരുമാനം എടുക്കാനുള്ള ശക്തിയില്ല. അറിയില്ല എങ്ങനെ തീരുമാനം എടുക്കേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് 7-ാമത്തെ വയസ്സ് വരെ നല്ല അനുസരണാശീലമുള്ളതാണ് നിങ്ങൾ ധരിക്കും. അതിന്റെ അനുസരണാശീലം കൊണ്ടല്ല. സ്ത്രീ എന്ന് പറയണത് പുരുഷന്റെ കാൽക്കീഴിൽ കിടക്കേണ്ടതാണ്. ഇവൻ കല്യാണം കഴിക്കുമ്പോ അവൻ കെട്ടാൻ കൂടെ പെണ്ണിനെ അവൻ കാൽക്കീഴിലാക്കിയിരിക്കും, ഉറപ്പ്. കാരണം അവൻ വളർന്നു വന്ന സാഹചര്യത്തിൽ അമ്മയെ തല്ലുന്നത് അവൻ കണ്ടോണ്ടിരിക്കണേ. ഇനി അമ്മയെ തോന്നിച്ചില്ലെങ്കിലോ ഇവന്റെ സകല സ്വഭാവവും സെയിം ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വിചാരിക്കും അയ്യോ 18 വയസ്സിന് ശേഷം അവരുടെ സ്വഭാവം മാറിപ്പോയി. അല്ല, 18 വയസ്സിന് ശേഷം ഒന്നല്ല. ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം അറിയോ? 13-ാമത്തെ വയസ്സിൽ കഴിയുമ്പോ ബുദ്ധി ശക്തവും തീരുമാനം എടുക്കാനുള്ള കഴിവ് കിട്ടും. ആ സമയത്ത് ഇവർ ഇത്രയും കാലം അനുഭവിച്ച ജീവിതം വെച്ചിട്ട്, ആ ഉപയോഗിച്ച അവസരം വെച്ചിട്ട് പിന്നെ ലോകത്തെ ജഡ്ജ് ചെയ്തുകൊണ്ട് പ്രതികരിക്കാൻ നമ്മൾ പറയും 14-ാമത്തെ വയസ്സിലേക്ക് 13-ാമത്തെ വയസ്സിലേക്ക് 30-ാമത്തെ അവരെങ്ങനെ അനുഭവിച്ച കാര്യങ്ങളാണ് അവൻ പിന്നെ നമ്മളോട് പിന്നെ പ്രതികരിക്കാൻ തുടങ്ങുന്നത്. അവൻ അനുഭവിച്ച കാര്യങ്ങളാണ്. എന്താ പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാല് അവൻ ആനന്ദത്തിൽ നിന്ന് അകന്നു. അവൻ ആ സ്വരൂപമായിരുന്നു, അവന്റെ ധർമ്മത്തിനായിരുന്നു. പക്ഷെ അവന്റെ കുട്ടിക്കാലം അവനെ ദേഷ്യക്കാരനാക്കി, വികാരത്തിൽ അടിമപ്പെട്ടവനാക്കി. അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അങ്ങനെയുണ്ട്. ചെറുപ്പം മുതലേ നിന്നെ കൊണ്ട് ഒരു ഗുണമില്ലടി, നിന്നെ കൊണ്ടൊരു ഗുണമില്ല കേട്ട് 13-ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോ പിന്നെ സ്റ്റേജിൽ കയറില്ല, ആരോട് വീട്ടില്ല, പുറത്തിറങ്ങത്തില്ല, ആരോട് സംസാരിക്കില്ല. കാരണം അവൻ ചെറുപ്പം മുതലേ കേട്ടോണ്ടിരിക്കണം നിന്നെ കൊണ്ട് ഒരു ഗുണമില്ലെന്ന്. പിന്നെ അവൻ അങ്ങനെയല്ലേ ആവുള്ളൂ. മനസ്സിലാവുന്നോ അറിയുന്നേ? അപ്പൊ സ്വഭാവത്തിന്റെ ക്രിയേഷൻ ആ വയസ്സിൽ സംഭവിക്കുമ്പോൾ ഇവന്റെ ആനന്ദത്തിൽ അകന്നു പോയിക്കൊണ്ടിരിക്കും. അത് സ്വരൂപധർമ്മം മറന്നിട്ട് അവൻ ഈ വികാരങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്ന വികാരങ്ങൾ ഇതാണ് ജീവിതം എന്ന് മനസ്സിലാക്കി അതിലധിഷ്ഠിതമായി ജീവിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ചില ആൾക്കാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണെന്ന്. എന്താ എന്തോ ഒരു ആലങ്കാരിക തലയിലെ കിരീടം പോലെ പറഞ്ഞുകൊണ്ടിരിക്കണം ദേഷ്യത്തെ കുറിച്ചൊക്കെ ഭഗവാൻ പറയുന്നത് കേട്ടോ. അത് ഭയങ്കര രസമാണ്, കേൾക്കണം നിങ്ങളൊന്ന്. വരുന്ന ശ്ലോകങ്ങളിൽ പറയുന്നത് എന്താണ് ദേഷ്യം എന്നുള്ളത്. അപ്പോ ഏത് വികാരത്തിൽ പെട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്
നിങ്ങൾ ആനന്ദത്തിലല്ല. അതായത് ഈ ജീവിതത്തിന്റെ പൂർണ്ണത നമുക്ക് അറിയാൻ സാധിക്കില്ല. തിരിച്ചു വരണം. സ്വരൂപം, നമ്മുടെ ധർമ്മത്തെ കുറിച്ച് നമ്മൾ അറിയണം. സ്വരൂപധർമ്മം. അപ്പോ വൈകിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഞാനൊക്കെ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ബോധം വരുന്നുണ്ട്. ശരിയാണല്ലോ, ഇത്രയും കാലം ഞാൻ ജീവിച്ചതല്ലല്ലോ, എന്റെ ശരിയായ സ്വരൂപം ആനന്ദമാണല്ലോ. അതിലേക്കുള്ള വഴികളും ഉണ്ട്. തിരിച്ചറിഞ്ഞിരിക്കുന്നതാണ് ജ്ഞാനത്തിന്റെ പ്രത്യേകത. ആ തിരിച്ചറിവ് നമുക്ക് ലഭിക്കും. ഇനി സ്വരൂപത്തിൽ നിന്ന് നമ്മൾ അകറ്റുന്നുണ്ടോ? സ്വരൂപധർമ്മത്തിൽ നിന്നും എന്തത് വളർന്നു വന്ന സാഹചര്യങ്ങൾ, നമ്മൾ കേട്ട ഉപദേശങ്ങൾ, നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ സ്വരൂപധർമ്മത്തിൽ നിന്നും അകറ്റും. ഞാൻ ആനന്ദമാണെന്നുള്ള അവസ്ഥയിൽ നിന്ന് തന്നെ അകറ്റി. രണ്ട്, സ്വഭാവധർമ്മം. സ്വഭാവധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കഴിവുകളുമായിട്ട് ജനിക്കും. ചില കഴിവുകൾ, പാട്ടുപാടാനുള്ള കഴിവ്, ഫ്ലൂട്ട് വായിക്കാനുള്ള കഴിവ്, പാട്ട് പാടാനുള്ള കഴിവ്, പ്രസംഗിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഓരോരോ കഴിവുകളുമായിട്ട് ശരിക്കും അത് ആ വ്യക്തിക്ക് മാത്രമുള്ളതാണ്. ചിലപ്പോ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവില്ല ആ ഒരു കഴിവ്. ഈ മോന് അല്ലെങ്കിൽ മോൾക്ക് മാത്രമായിട്ട് ഈ കഴിവുണ്ടായിരിക്കാം. അത് അവന്റെ ധർമ്മമാണ്. കാരണം ഭഗവാൻ നൽകിയ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ പൂർണ്ണമായിട്ട് വിനിയോഗിക്കണം. അത് നിങ്ങളുടെ ധർമ്മം. മനസ്സിലാവുന്നുണ്ടോ? അച്ഛനും അമ്മ ഡോക്ടറാണ്, മോൻ നല്ല പാട്ടുകാരനാണ്. പക്ഷെ അച്ഛനും പറയും, നീ പാട്ട് പഠിക്കുന്ന കാര്യമില്ല, നീ ഡോക്ടറാണ്. ഡോക്ടറായാലും സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നീ എന്തിനാണോ എൻട്രൻസ് എഴുതാൻ വേണ്ടി പോണേ, എൻട്രൻസ് എഴുതാൻ വേണ്ടി പോകണം. ഇതിനാണെങ്കിൽ ആ ബുദ്ധി ഇല്ല. ഇതിനാണെങ്കിൽ ഇവന്റെ റൈറ്റ് ബ്രെയിൻ, അതായത് ഭാവനാത്മകമാണ് അതിന്റെ ബുദ്ധി എന്ന് പറയുന്നത്. അവന് പാട്ട് പാടാനേ പറ്റുള്ളൂ. എന്നിട്ട് അവനെ തല്ലി അവൻ ഡോക്ടറേറ്റം വിട്ടും. ഈ ലോകത്തിൽ ഏറ്റവും നശിച്ച ഡോക്ടറേറ്റം പുറത്തേക്ക് വരും. അവനും ഗുണമില്ല, നാട്ടുകാർക്കും ഗുണമില്ല. അവന്റെ ഉണ്ടായിരുന്ന ആ സ്വഭാവ ധർമ്മം അവന് വിട്ടുപോവുകയും ചെയ്യും. ധർമ്മത്തിലല്ല ജീവിക്കണം. മനസ്സിലാവുന്നോടെ പറയുന്നേ. അപ്പൊ സ്വഭാവധർമ്മത്തിൽ നിന്ന് അകന്നാലും ദുഃഖം. അധർമ്മം വന്നാൽ ജീവിതം തീർന്നു. സ്വഭാവധർമ്മത്തിൽ നിന്ന് മാറി അധർമ്മത്തിലെ സ്വരൂപധർമ്മത്തിൽ നിന്ന് മാറി അവിടെ എന്ത് സംഭവിച്ചു? അധർമ്മത്തിലെ ദുഃഖത്തിലേക്കായി. ഇനി ആശ്രമധർമ്മം. ആശ്രമധർമ്മം നാല് ആശ്രമങ്ങളുണ്ട് നമ്മുടെ സംസ്കാരത്തില്. ഏതൊക്കെയാണ് 4 ആശ്രമങ്ങള്? ഒന്ന് ബ്രഹ്മചര്യം, 2 ഗാർഹസ്ഥ്യം, 3 വാനപ്രസ്ഥം, 4 സന്യാസം. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, പിന്നെയോ വാനപ്രസ്ഥം, 4 സന്യാസം. ഇതില് ബ്രഹ്മചര്യം, ഒരു മനുഷ്യന്റെ ആയുസ് 100 കൊല്ലം കൂട്ടിക്കഴിഞ്ഞാല് ആദ്യത്തെ 25 കൊല്ലം അവൻ ബ്രഹ്മചര്യത്തിൽ, അതായത് അവൻ അറിവ് സമ്പാദിച്ച് അവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആദ്യത്തെ 25 കൊല്ലം. ആ സമയത്ത് ഒന്നിന്റെ പുറകെ ഡിസ്ട്രക്ഷൻസ് വരും. ഡിസ്ട്രക്ഷൻസ് എന്താ? ഓരോരോ എന്താ പറയാ, ഭഗവത്ഗീതപ്രകാരം കാമം വരും, ഓരോ ആഗ്രഹങ്ങൾ വരും. അത് അന്യ വ്യക്തികളോടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും അവസ്ഥയോടാവാം. അപ്പൊ അതിന്റെ പുറകെ പോകുമ്പോൾ നമ്മുടെ പഠനം അവിടെ ഇല്ലാതെയാവും. ബ്രഹ്മചര്യത്തിൽ നമ്മൾ അകന്നു. ആശ്രമ ധർമ്മം നമ്മൾ വിട്ടുപോയി. ബ്രഹ്മചര്യം. ഇനി പഠനം പൂർത്തിയാക്കി അതിനുശേഷം ഗാർഹസ്ഥ്യം. ആ സമയത്ത് എന്ത് ചെയ്യണം? കുടുംബം, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. എന്റെ അച്ഛന്റെ, എന്റെ അമ്മയുടെ, ഭാര്യയുടെ, മക്കളുടെ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് പോണം. എല്ലാം അടുത്ത 25 കൊല്ലം കണക്കൂട്ടിക്കോട്ടോ. അടുത്ത 25 കൊല്ലമേ ഗാർഹസ്ഥ്യം. പിന്നെ വാനപ്രസ്ഥം. വാനപ്രസ്ഥമാക്കി നിർത്താം. നമ്മൾ യാത്രകൾ ചെയ്യും. ശരിക്കും കാട്ടിലേക്ക് പോകണമെന്ന് പറയണേ. കാട്ടിൽ പോകട്ടെ, റിസർവ് ഫോറസ്റ്റ് കിട്ടുന്ന വാനപ്രസ്ഥം. യാത്രകൾ ചെയ്യണം. ഈ വാനപ്രസ്ഥ സമയത്ത് നമ്മൾ ലോകത്തെ കുറിച്ച് അറിയും. യാത്രകൾ ചെയ്യണമെന്ന് പറയാം. ആ സമയത്ത് കാശി പോകുന്നൊക്കെ പറയാനുണ്ട്. അടുത്ത 25 ഇയേഴ്സ് നമ്മൾ യാത്രകളാണ്. നാടറിയണം, ലോകത്തെ അറിയണം. ആ സമയത്ത് ഗാർഹസ്ഥ്യം വിട്ടു. നമ്മുടെ വീടിന്റെ ഉത്തരവാദിത്തം ആരെ ഏൽപ്പിച്ചു? മക്കളെ ഏൽപ്പിച്ചു. പിന്നെ വിട്ടോണം, ബന്ധം വിട്ടോണം. കാരണം എവിടെയാണോ നമുക്ക് അറ്റാച്ച്മെന്റ് ഉള്ളത് നമ്മളെ ദുഃഖത്തിലേക്ക് നയിക്കും. എവിടെയാണോ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ ഉടക്കി നിൽക്കുന്നത്, അത് ആരുമായിക്കൊള്ളട്ടെ, ആ അറ്റാച്ച്മെന്റ് ആണ് നമ്മുടെ ദുഃഖത്തിന്റെ ഹേതു. മകനോട് അമിതമായ വാത്സല്യം. അപ്പൊ അവന്റെ സ്വഭാവം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ദുഃഖം ഫുൾ ടൈം. ഭർത്താവിനോട് അറ്റാച്ച്മെന്റ്, ഓവർ അറ്റാച്ച്മെന്റ്. അപ്പൊ ഭർത്താവ് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിക്കുന്നില്ല. അറ്റാച്ച്മെന്റ് കാരണം ദുഃഖം. അറ്റാച്ച്മെന്റ് ആണ് നമ്മളെ ദുഃഖത്തിലേക്ക് നയിക്കുന്നത്. വിട്ടു. വാനപ്രസ്ഥത്തിൽ വിടുമ്പോ സകല അറ്റാച്ച്മെന്റ് വിട്ടു. യാത്ര ചെയ്യണം.
അതിനുശേഷം സകല സംഘ പരിത്യാഗം, സകല സംഘ പരിത്യാഗം ആണ് സന്യാസം. എല്ലാം വിട്ട് ഞാൻ സ്വരൂപം, എന്റെ സ്വരൂപ ധർമ്മമായ ആനന്ദം അതിലധിഷ്ഠിതമായിട്ട് എന്നെ തന്നെ തിരിച്ചറിയുന്ന ആ ഭാവത്തിന് അടുത്ത 25 വർഷം. അങ്ങനെ ഈ ജന്മം വിടുമ്പോൾ മോക്ഷം. ഭഗവാൻ പറയുന്നത് കേട്ടോ, ഓരോ ശ്ലോകത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് മോക്ഷത്തിലേക്ക് എത്തുക എന്നുള്ളത്. നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ബ്രഹ്മചര്യവും ഈ ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും ഈ സന്യാസവും എന്തിനാണ് ഗുരുക്കന്മാർ നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ടെന്നറിയാം, ഇപ്പോഴും 90 വയസ്സായാലും വീടിന്റെ പോലെ മകന്റെ മടിക്കെട്ടില്ല വീടില്ല, മകനെ ഒന്നും കൊടുക്കത്തില്ല. ആ സാമർത്ഥ്യം വരെ മകനെ മകൾ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കും. വീടിന്റെ ഭരണം എന്റെ കയ്യിൽ വേണം, ഐശ്വര്യ കണക്കെന്നാലും വീടിന്റെ ഭരണം എന്റെ കയ്യിൽ തന്നെ വേണം. ഇങ്ങനെയാണ് ഓരോരുത്തരും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാർഹസ്ഥ്യം വിട്ടിട്ടില്ല. ഒന്നും സംഭവിക്കുന്നത് അറിയോ, ഈ കർമ്മഫലം ഏത് അനുഭവത്തിലാണോ കടന്നു വന്നത് അത് തന്നെ അടുത്ത ജന്മത്തിൽ അനുഭവിക്കും. നിങ്ങളെല്ലാം കരുതിയിരിക്കണേ, ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ പെട്ടെന്ന് ഉണ്ടായതാണ് കരുതിയിരിക്കണേ. അല്ല, ഈ അവസ്ഥ തന്നെയായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ അനുഭവിച്ചത്. ആ അനുഭവത്തിലൂടെ നിങ്ങൾ അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ് ഈ ജന്മത്തിലും ഇതേ അവസ്ഥ കടന്നുകൊണ്ടിരിക്കണേ. ഈ ജന്മത്തിലും നിങ്ങൾ ഏത് അനുഭവത്തിലോ ഏത് വ്യക്തിയിലോ അറ്റാച്ച്ഡ് ആണെങ്കിൽ ഇതേ അനുഭവം തന്നെ അടുത്ത ജന്മത്തിൽ നിങ്ങളെ കാത്തിരിക്കുക. ഈ ജന്മത്തിൽ പുരുഷനായിരിക്കും, അടുത്ത ജന്മം സ്ത്രീയായിരിക്കും, വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏത് അനുഭവമാണെങ്കിൽ നിങ്ങൾ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ യു ആർ ക്രിയേറ്റിംഗ് വാസന. ഞാൻ പറഞ്ഞ വാക്കല്ല, ഭഗവാന്റെ വാക്കുകളാണ്. വാസന ക്രിയേറ്റ് ചെയ്യും. വാസന എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലുണ്ടാക്കുന്ന ഇംപ്രഷൻ, ഉള്ളിൽ നിറയുന്ന വികാരം, അതാണ് വാസന. ഇത് സെയിം അവസ്ഥ തന്നെ അടുത്ത ജന്മത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകും. അതാണ് കർമ്മം, കർമ്മഫലം. സംസാരം എന്ന് പറയുന്നത്, സംസാരം എന്ന വാക്കിന്റെ അർത്ഥം ഒരേ അവസ്ഥയിലൂടെ വീണ്ടും വീണ്ടും കടന്നു വരുന്നത്, കടന്നു പോകുന്നത്. ഒരേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ചക്രം, ഇതാണ് കാലചക്രം എന്ന് വിളിക്കുന്നത്. ഒരേ അവസ്ഥയോടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് സംസാര ചക്രം എന്ന് പറയും. ഇതേ അനുഭവം തന്നെ കഴിഞ്ഞ ജന്മത്തിൽ അനുഭവിച്ചിരുന്നു, അതേ അനുഭവം തന്നെ എന്റെ പൂർവ്വജന്മത്തിൽ നമ്മൾ അനുഭവിച്ചിരുന്നു. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ചക്രം പോലെ. ഇതിൽ നിന്ന് മുക്തി വേണ്ടേ? വേണോ വേണ്ടയോ? പുറത്ത് കടക്കണ്ടേ? വേണോ? പുറത്ത് കടക്കാനാണ് സാഖ്യയോഗം. അതിന് ആദ്യം തിരിച്ചറിയേണ്ടതാണ് ഞാൻ ഈ അനുഭവങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല, ഞാൻ ആനന്ദം മാത്രമാണ്. അതാണ് സാഖ്യയോഗം. ഭഗവാൻ ഇഷ്ടമായ ഉപദേശം അർജുന പകർന്നു കൊടുക്കുന്നത്. ഇനി ആശ്രമത്തിന്റെ കാര്യം പറഞ്ഞു, ആശ്രമധർമ്മം. ഇനി ഒരു ധർമ്മം കൂടെയുണ്ട്, അതാണ് നമ്മുടെ വർണ്ണം എന്ന് പറയും. വർണ്ണം എന്താ? 4 വർണ്ണങ്ങളുണ്ട്. എന്താ? ഒന്ന് പറഞ്ഞോളൂ. ഒന്നാമത്തെ എന്താ? ക്ഷത്രിയ ധർമ്മമുണ്ട്. പിന്നെയോ ബ്രാഹ്മണത്വം അല്ലേ? ബ്രാഹ്മണ്യം വർണ്ണം. പിന്നെയോ അറിയില്ലെന്നോ? വൈശ്യ. പിന്നെയോ അടുത്തതോ ശൂദ്ര. എന്താ ശൂദ്ര, വൈശ്യർ, ക്ഷത്രിയർ, ബ്രാഹ്മണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജന്മം കൊണ്ട് നേടുന്നതാണോ? അത് വർണ്ണമാണ്. വർണ്ണം എന്ന് വെച്ചാൽ ക്വാളിറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിനാണ് ജീവിതത്തിൽ ഗുരു വേണ്ടത്. ഈ നമ്മൾ നേരത്തെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. കാരണം ഗുരുകുലത്തിൽ നിന്നാണ് നമ്മൾ എന്താ ആർജിച്ചെടുക്കുന്നത്? അറിവ്. ഒരു കുട്ടി ഗുരുവിന്റെ അടുത്ത് എത്തിച്ചേർന്ന് കഴിഞ്ഞാല് അവൻ ഗുരു സേവ ചെയ്ത് അവന്റെ മനസ്സ് ഏറ്റവും സെറ്റിൽഡ് ആവും. അപ്പൊ ആ സേവ ചെയ്യുന്ന ആദ്യം ഒരു 12 കൊല്ലമുണ്ട്. 8 കൊല്ലം മുതൽ 12 കൊല്ലം വരെ. ആ സമയം വരെ ഗുരുവിനെ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇവൻ ഏത് വർണ്ണത്തിലുള്ളതാണ്, ഇവന് പഠിക്കാനുള്ള അറിവ്, പറഞ്ഞു കൊടുക്കാനുള്ള അറിവാണ്, ഒരു സ്വഭാവമാണോ, ആ നേച്ചറാണോ ഇവനുള്ളത് എങ്കിൽ ഇവൻ ബ്രാഹ്മണൻ. പൂജാവിധികൾ അതിലാണ് അവൻ ഇൻട്രസ്റ്റ് ഉള്ളത്. അവൻ ആയോധന കലകളിലാണോ, നല്ല മസിലും നല്ല ശക്തി, ഫിസിക്കൽ സ്ട്രെങ്തും, അതിലാണ് അവന് ശ്രദ്ധ, അല്ലെങ്കിൽ അതിലാണ് അവൻ ഉറച്ചിരിക്കുന്നത്. അവൻ ക്ഷത്രിയൻ. പിന്നെയോ അവന് കച്ചവട കാര്യങ്ങളാണ് അവന് നല്ല ബോധമുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നല്ല മാർക്കറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ടാവും. എങ്കിൽ അവൻ വൈശ്യ. ഇതൊന്നുമില്ല, അവൻ നമ്മളെ പണിയെടുക്കാനാണ്, എല്ലാ കാര്യങ്ങളും ജോലി എടുക്കാനാണ് അവന് താല്പര്യം. ശമ്പളം വാങ്ങുന്ന ജോലിയിലാണ് അവൻ താല്പര്യമെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ സ്വഭാവം അതാണെങ്കിൽ അവനാരെ ശുദ്രൻ. ധാരം നിർണ്ണയിക്കുന്നത് ഗുരുവാണ്. ഒരു കുട്ടിയെ ആശ്രമത്തിൽ എത്തിക്കഴിയുമ്പോൾ
അവൻ ഏത് വർണ്ണത്തിലാണെന്ന് തെരഞ്ഞെടുത്ത് കൊടുക്കുന്നത്. പക്ഷേ കാലത്തിൽ ഒരുപാട് അധിനിവേശങ്ങൾ വന്നപ്പോഴേ ഈ മുസ്ലിം അധിനിവേശമാവട്ടെ, ബ്രിട്ടീഷ് അധിനിവേശമാവട്ടെ, ഈ ഗുരുകുലങ്ങൾ നിന്നുപോയി കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? ഉണ്ടാവുന്ന കുട്ടി ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ അറിയാനുള്ള വിവേകം ആർക്കില്ല? അച്ഛനമ്മയ്ക്കില്ല. അച്ഛൻ ബ്രാഹ്മണനായതുകൊണ്ട് ഉണ്ടായ കുട്ടി ആരായി? ബ്രാഹ്മണനായി. അച്ഛൻ ക്ഷത്രിയനായതുകൊണ്ട് ഉണ്ടായ കുട്ടി ആരായി? ക്ഷത്രിയനായി. കാരണം ഗുരുകുലങ്ങളില്ല, നശിപ്പിക്കപ്പെട്ടു. അത് സംഭവിച്ചു അധർമ്മം അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് കളരാൻ തുടങ്ങി നമ്മുടെ സംസ്കാരത്തില്. അപ്പൊ പിന്നെ ബ്രാഹ്മണന്റെ കുട്ടി ബ്രാഹ്മണനായി. അവൻ ശൂദ്രനായിരുന്നു, അവന് പൂജാവിധികളെ അറിയത്തില്ല, അവൻ അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, അവന് കച്ചവട കാര്യങ്ങളോ അല്ലെങ്കിൽ പണിയെടുക്കാൻ ഇഷ്ടം. അവനെ പിടിച്ച് പൂജാവിധിയിലും അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞാലോ അവനാ ബുദ്ധിയില്ലാത്തതുകൊണ്ട് തന്നെ കലർപ്പ് വരും ബ്രാഹ്മണത്വത്തിൽ. മനസ്സിലാവുന്നുണ്ടോ പറയണേ? ഒരു ഗുരുവിന്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട്. അർജുനൻ ഇവിടെ ഏത് ധർമ്മത്തിലാണ്? ക്ഷത്രിയ ധർമ്മത്തിൽ അർജുനൻ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു അവനോട്, അർജുനൻ പറയണു, നീ നിന്റെ ധർമ്മം ആചരിക്കണം, നിന്റെ ധർമ്മത്തിലേക്ക് നിന്റെ ശ്രദ്ധ നീ കൊണ്ടുവരണം. ആ ധർമ്മം ആചരിക്കുന്നതിനേക്കാൾ വലിയ ഒരു പുണ്യം ചെയ്യാൻ ഒന്നുമില്ല. അത് നിന്റെ ധർമ്മം തിരിച്ചറിയേണ്ടത്. ഇനി ഏറ്റവും രസമായിട്ടുള്ള കാര്യം, ഈ സ്വരൂപധർമ്മം അതറിഞ്ഞിട്ടില്ലെങ്കിൽ സ്വഭാവധർമ്മവും അധർമ്മത്തിലാവും. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. വർണ്ണം ആ ധർമ്മം നിങ്ങൾ വിട്ടുപോകും. ആശ്രമം ആ ധർമ്മത്തിൽ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല. ആ എല്ലാ ധർമ്മങ്ങളും നിങ്ങൾക്ക് ആചരിക്കാൻ പറ്റില്ല. കാരണം സ്വരൂപധർമ്മം നിങ്ങൾക്ക് അറിയില്ല. ആ ആനന്ദത്തിൽ നിങ്ങൾ വന്നിട്ടില്ല. ആ ആനന്ദത്തിൽ വരാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വികാര വിക്ഷോഭങ്ങളിൽ നമ്മൾ വിട്ടു. ദുഃഖം വരുമ്പോൾ അതിൽ പെടും, ദേഷ്യം വരുമ്പോൾ അതിൽ പെടും. നമുക്ക് ജീവിക്കാൻ അറിയില്ല. അപ്പൊ ആരാണോ ഇതിന്റെ യഥാർത്ഥ സ്വരൂപം, അത് ആനന്ദമാണ് എന്ന് പറഞ്ഞു തരുന്നത്, അനുഭവിപ്പിച്ചു തരുന്നത്, ആ തത്വത്തിന്റെ പേരാണ് ഗുരു. അതാണ് ഓരോരുത്തർക്കും ഗുരു എന്ന് പറയുന്നത്. അനാഥൻ എന്ന വാക്ക് ബന്ധങ്ങളില്ലാത്തവൻ എന്നുള്ളതല്ല. അനാഥൻ എന്ന് വെച്ചാൽ ഗുരു ഇല്ലാത്തത്. സനാഥൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരു ഉള്ളത്. അപ്പോ ആലോചിച്ച് നോക്കുക, നമ്മൾ അനാഥനാണോ സനാഥനാണോ എന്നുള്ളത്. ഗുരു ജീവിതത്തിൽ വരുമ്പോ നമ്മുടെ സ്വരൂപധർമ്മത്തെ വർദ്ധിച്ചു. ഞാൻ ആനന്ദമാണെന്ന് ഗുരു നമുക്ക് ഓരോ അനുഭവത്തിലും അനുഭവിച്ച് പറഞ്ഞ് ഉപദേശിച്ച് തരുമ്പോ നമ്മുടെ സ്വഭാവധർമ്മം എന്താ? നമ്മുടെ കഴിവുകൾ, നമ്മുടെ ക്വാളിറ്റീസ്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ കഴിവുകളും ടാലൻസ് കൊണ്ട് ഫ്ലറിഷ് ആവാൻ തുടങ്ങും. അതാണ് ഗുരുവിന്റെ അടുത്ത് എത്തുമ്പോൾ ഉണ്ടാവുന്ന ആദ്യത്തെ ക്വാളിറ്റി. ഉള്ളിൽ കിടക്കുന്ന സ്വഭാവങ്ങളെല്ലാം ഫ്ലറിഷ് ആവാൻ തുടങ്ങും, നല്ല സ്വഭാവങ്ങൾ. രണ്ട്, എന്റെ ഉള്ളിൽ നിൽക്കുന്ന പവർ ക്ഷത്രിയമാണോ, ബ്രാഹ്മണ്യമാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ, ഏതാണോ എന്റെ പവർ എന്നുള്ളത് അതും ശബ്ദമാവാൻ തുടങ്ങും. പിന്നെയോ അറ്റാച്ച്മെന്റ്സ് കുറയാൻ തുടങ്ങും. അറ്റാച്ച്മെന്റ്സ് എന്താ? അറ്റാച്ച്മെന്റ്സ് ഏതാണ് എന്നെ ബ്രഹ്മചര്യത്തിൽ നിന്ന് ഗാർഹസ്ഥ്യത്തിലേക്കും, ഗാർഹസ്ഥ്യത്തിൽ നിന്ന് വാനപ്രസ്ഥത്തിലേക്കും, വാനപ്രസ്ഥത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് നയിക്കാതിരിക്കുന്നുണ്ടോ? അതിലേക്ക് എത്തിക്കാതിരിക്കുന്നുണ്ടോ? അറ്റാച്ച്മെന്റ്. ബന്ധങ്ങളിലും അവസ്ഥകളിലും സാഹചര്യങ്ങളും നമ്മുടെ മനസ്സ് കുടുങ്ങി പോകുന്നതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. എന്നാൽ ഗുരു കൂടെ വരുമ്പോ അതും നമുക്ക് ലഭിക്കും. അറ്റാച്ച്മെന്റ് കുറച്ചു. സ്വർഗവാതിലുകൾ തന്നെ തുറന്നു വെച്ചതുമായ ഇപ്രകാരമുള്ള യുദ്ധം പുണ്യം ചെയ്ത ക്ഷത്രിയർക്ക് ലഭിക്കും. അഥ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം കരിഷ്യസി തതഃ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. ഇനി നീ ഈ ധർമ്മയുദ്ധം ചെയ്തില്ലായിട്ട് സ്വധർമ്മം കീർത്തിയും നഷ്ടപ്പെട്ട് പാപം കൈക്കൊള്ളും. കണ്ണിലടച്ച് ദീർഘമായ ശ്വാസം അകത്തേക്ക് എടുക്കാം. പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് വിടാം. സാവധാനം കണ്ണുകൾ തുറക്കാം. അർജുനോട് പറയുന്നു, നീ നിന്റെ സ്വധർമ്മം ആചരിച്ചില്ലെങ്കിൽ എന്ത് കൈക്കൊള്ളും? പാപം നീ കൈക്കൊള്ളും. അത് സ്വധർമ്മം ആചരിച്ചാലല്ലേ എനിക്ക് ആ ഒരു പുണ്യത്തിലേക്ക് എത്തിച്ചേരുള്ളൂ. ഈ സ്വധർമ്മം എങ്ങനെ എനിക്ക് ലഭിക്കുക? എങ്ങനെ ലഭിക്കും? അതിനാണ് അധ്യായം 6, ഭഗവത്ഗീതയിലെ അധ്യായം 6 എന്നറിയോ? ധ്യാനയോഗം.
ധ്യാനം എന്ന് വെച്ചാൽ എന്താ? മെഡിറ്റേഷൻ, ധ്യാനം. ഭഗവാൻ പറയണം, എവിടെയാണ് ഈ ആനന്ദ സ്വരൂപമായിട്ടുള്ള ബോധം ഇരിക്കുന്നത്? എവിടെ തെരഞ്ഞു പോകേണ്ടതായിട്ടില്ല, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എന്നിലേക്ക് ശ്രദ്ധിക്കുമ്പോ എനിക്കത് തിരിച്ചറിയാൻ പറ്റും. ഈ സമുദ്രത്തിന് ഉപ്പാണ് രുചി എന്നത് ഈ സമുദ്രം മൊത്തം കുടിച്ചു നോക്കിയിട്ടാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ആണോ? അല്ല, തൊട്ട് നാവിൽ തൊട്ടാൽ തന്നെ അറിയാം. എന്നതുപോലെ തന്നെ ഞാനും ഈ ബ്രഹ്മം തന്നെയാണ്. ഈ സമുദ്രം അനന്തമായി കിടക്കുന്ന ഈ ലോകത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ. യെസ് ഓർ നോ? എന്നിലേക്ക് ശ്രദ്ധ കൊടുത്താൽ മതി. എന്താണ് അതിന്റെ സ്വഭാവം എന്ന് അറിയാൻ പറ്റും. എന്നിലേക്ക് അറിയുന്ന പ്രക്രിയയുടെ പേരാണ് ധ്യാനം. ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സകല ഭാവങ്ങളും, ഏത് ഭാവങ്ങൾ? എന്താ? ചെറുപ്പത്തിൽ ഞാൻ ആർജിച്ചെടുത്തിട്ടുള്ള എന്നെ കൊണ്ട് ഒരു ഗുണവും ഇല്ല, അല്ലെങ്കിൽ എനിക്കൊരു കഴിവുമില്ല എന്നുള്ളൊരു ഭാവം, അല്ലെങ്കിൽ ദേഷ്യമാണ്, എനിക്ക് വികാര നിയന്ത്രണം ഇല്ല എന്ന് പറഞ്ഞ അടുത്ത ഭാവം, അല്ലെങ്കിൽ പെട്ടെന്ന് ടെൻഷൻ കയറി അങ്ങ് ദുഃഖത്തിലേക്ക് പോകുന്നുള്ളൊരു ഭാവം. ഇതെല്ലാം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, ധ്യാനം ചെയ്യുമ്പോൾ, ധ്യാനം എന്ന് വെച്ചാൽ ഇറ്റ് ലീഡ്സ് ടു നമ്മുടെ ബോധം, നമ്മുടെ ആനന്ദമാണ് ഞാനെന്നുള്ള ഭാവത്തിലേക്ക് തിരിച്ചറിയിപ്പിക്കും. അതൊരു എക്സ്പീരിയൻഷ്യൽ നോളജാണ്. അത് ധ്യാനത്തിലൂടെ മാത്രമേ സാധ്യമുള്ളൂ. സ്വയം ആനന്ദമാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി ധർമ്മങ്ങൾ ആചരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഉള്ളിലെ ആനന്ദത്തെ അറിയാതെ, ആ ആനന്ദത്തിൽ അധിഷ്ഠിതമാവാതെ നമുക്ക് എങ്ങനെ ധർമ്മത്തെ അധിഷ്ഠിതമായി ജീവിക്കാൻ പറ്റും? നമുക്ക് എങ്ങനെ ക്ലാരിറ്റി കിട്ടും ജീവിക്കൽ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട്, എങ്ങനെ നല്ല കാഴ്ചപ്പാട് കിട്ടും? കാരണം ധ്യാനമാണ് ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഒരു അധ്യായം തന്നെ ഭഗവാൻ ധ്യാനത്തിന് വേണ്ടി കൊടുത്തിരിക്കുക, ധ്യാനയോഗം. സോ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ സ്വരൂപത്തെ നമ്മൾ ദർശിക്കും. എത്ര പേരുടെ നിരന്തരം മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് എല്ലാ ദിവസവും? വളരെ കുറച്ചേ ഉള്ളൂ അല്ലെ മെഡിറ്റേഷൻ ചെയ്യാറില്ല. വെരി ഗുഡ്. നിങ്ങൾ അറിഞ്ഞല്ലോ മെഡിറ്റേഷൻ ഒരു പ്രാധാന്യം. മെഡിറ്റേറ്റ് ചെയ്യണം, ധ്യാനം ചെയ്യണം. ധ്യാനത്തിലേക്ക് വരുമ്പോ നമ്മുടെ ഉള്ളില് ധ്യാനം ചെയ്യുന്നവരോടാണ് ചോദ്യം, മെഡിറ്റേഷന് ശേഷം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഒരു ആനന്ദാവസ്ഥ? ആണല്ലോ? ആനന്ദം അറിയുന്നുണ്ട്, ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്ന കർമ്മം ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. എന്താ കാരണം? എന്താ? നിങ്ങളുടെ സ്വരൂപ ധർമ്മത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നതുകൊണ്ടാണ്. അതാണ് ധ്യാനത്തിന്റെ പ്രാധാന്യം. ഉള്ളിൽ ആനന്ദം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും ആനന്ദത്തെ അറിയാൻ പറ്റുള്ളൂ. ആണല്ലോ? ശരിയാണോ? എന്റെ ഉള്ളിൽ ദേഷ്യവും വിഷമാണെങ്കിൽ ചുറ്റുമുള്ളവരെ ഞാൻ അവരെ മാത്രമേ കാണുള്ളൂ. നമ്മൾ കരുതും ആ വ്യക്തിയാണ് പ്രശ്നങ്ങളുടെ കാരണം. അല്ല, എന്റെ കാഴ്ചപ്പാടാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരു മഞ്ഞ കണ്ണാടി വെച്ചിട്ട് ലോകം മുഴുവനും മഞ്ഞയാണെന്ന് പറയുന്നത് അതേ അവസ്ഥ തന്നെയാണ് ചുറ്റുമുള്ളതിലും പ്രശ്നമാണ്. എല്ലായിടത്തും എല്ലാവരും എന്നെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എവിടെ ഉയർച്ച കിട്ടുന്നില്ല എന്ന് പറയുമ്പോ അത് വേറെ വ്യക്തികളല്ല നിങ്ങൾ ഉയർത്തേണ്ടത് ജീവിതത്തില്. ഞാൻ തന്നെ ഉയർത്തണം, അല്ലെങ്കിൽ ഞാൻ തന്നെ എന്റെ ആനന്ദത്തെ അറിയണം. എങ്ങനെ സാധിക്കും? എന്റെ സ്വരൂപത്തെ ഞാൻ അറിയണം. സ്വയം ഞാൻ ആനന്ദമാണെന്ന് അറിയണം. അത് ധ്യാനത്തിലൂടെ ജനിച്ചുകൊള്ളും. നിങ്ങൾ ധ്യാനം ചെയ്താൽ മാത്രം മതി. ഡെയിലി മെഡിറ്റേറ്റ് ചെയ്താൽ മതി. ആ ആനന്ദത്തെ നിങ്ങൾ തിരിച്ചറിയും. ഇനി ആ ആനന്ദത്തിനായി കഴിയുമ്പോ എന്റെ മനസ്സ് ശക്തമാകുമ്പോ അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല കാഴ്ചപ്പാടില് ആരുടെയും ഒരു വാക്കുകളിൽ പെടാതെ അധർമ്മത്തിലാണെങ്കിൽ കൂടി അവരെയും കൂടി ജീവിതത്തിൽ കൈ പിടിച്ചുയർത്താനുള്ള ശക്തി ലഭിക്കും, അതിനുള്ള ക്വാളിറ്റി ലഭിക്കും. ഗുരുദേവൻ എന്താ പറഞ്ഞെന്നറിയോ? ജീവിതത്തിൽ വിജയം എന്ന് പറയുന്നത് വീടിന്റെ മുന്നിൽ കിടക്കുന്ന ബെൻസ് കാറോ 3 നില മാളികയോ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ കമ്പനിയുടെ CEO ആകുന്നതോ അല്ല. ജീവിത വിജയം എന്നാല് ഓരോ അനുഭവത്തിലും കടന്നു പോകുമ്പോൾ നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവും. ചിരിയോടൊപ്പമാണ് നമ്മൾ ഇരിക്കുന്നത്. ആ ചിരിയാണ് ഭഗവാന്റെ മുഖത്തുള്ള ചിരി. കേട്ടോ? ഭഗവാന്റെ മുഖത്തുള്ള ചിരി എന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് അനുഭവത്തിലൂടെ കടന്നു പോയാലും നിങ്ങൾ കണ്ടിട്ടില്ലേ, മറ്റേ ഈ കാളിയ മർദ്ദനായാലും അല്ലെങ്കിൽ രാക്ഷസന്മാരെ വധിക്കുന്ന സമയത്തായാലും ഭഗവാന്റെ മുഖത്തുള്ള ഭാവം എന്താ? പേടിയണോ? അയ്യോ ഇത്രയും വലിയ പാമ്പിനെ കൊല്ലണോ? പേടിച്ചാണിരിക്കണം ഭഗവാൻ? അല്ല, ചിരിയാണ്. ഏത് ഭാവത്തിലും ഭഗവത്ഗീത ഉപദേശിക്കുമ്പോ ഇത്ര ശ്രേഷ്ഠമായ ഞാൻ ഉപദേശിക്കും
ചിന്തിക്കുമ്പോ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണെങ്കിൽ ഭഗവാന്റെ മുഖത്തുള്ള ഭാവം എന്താ? ഒരു പുഞ്ചിരി മാത്രം ആണോ? Yes. ഏത് ഭാവത്തിൽ നോക്കിക്കോ ഭഗവാന്റെ മുഖത്ത് എന്താണുള്ളത്? ചിരിയാണ്. സക്സസ്. അതാണ് വിജയം. ഈ വിജയം എല്ലാവരുടെയും ബർത്ത് റേറ്റ് എന്ന് വെച്ചാൽ മലയാളം എന്താ? ജീവിതത്തിന്റെ ജന്മ അവകാശമാണ് ആ ഒരു ചിരി എന്നുള്ളത്. ഈ ചിരിയാണ് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് കളഞ്ഞു കുടിക്കാതെ, ആ ചിരിയാണ് എന്റെ ജീവിതം ഒരാളുടെ കൂടിയായി അയാളുടെ ജീവിതം നശിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ മുഖം ഇങ്ങനെ കോടി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മനോഹരമായ ചിരിയാണ് നിങ്ങൾ ഒരു എക്സാം വന്ന് അയ്യോ തീർന്നു പോയെന്ന് കരുതിക്കൊണ്ടിരിക്കുന്നത്. ആ ചിരിയാണ് ഏതൊരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചിട്ട് ആ വ്യക്തി കിട്ടിയില്ലെന്ന് കരുതിക്കൊണ്ട് ഓമിച്ച് തീർത്തുകൊണ്ടിരിക്കുന്നത്. ആ ചിരിയാണ് ഏതൊരു അവസ്ഥ എന്റെ ജീവിതത്തിൽ വേണമെന്ന് കരുതിയിട്ട് അത് കിട്ടാതായപ്പോൾ നശിപ്പിക്കുന്നത്. ഭഗവാൻ പറഞ്ഞതൊക്കെ വിട്, അനുഭവങ്ങളൊക്കെ വിട്. വ്യക്തികൾ വരും പോകും, അനുഭവങ്ങൾ വരും പോകും. ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ കടന്നു പോകുമ്പോഴും തിരിച്ചറിയാം അത് വെറും കർമ്മഫലം മാത്രം. അതൊന്നും ജീവിതത്തിൽ നിലനിൽക്കുന്നതല്ല, ഓരോ സമയത്തും വന്നു പോകുന്നതാണ്. ആ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അറിയണം അത് ഭഗവാന്റെ പ്രസാദാണെന്ന്. അതാണ് ധർമ്മത്തിൽ ആചരിക്കുന്നവന്റെ ലക്ഷണം. പ്രസാദത്തിന്റെ പ്രത്യേകത എന്താ? പ്രസാദം ഇവിടെ എന്താ പ്രസാദം ചെയ്യാൻ പറ്റിക്കുന്ന പ്രസാദം എന്താ? എന്തെങ്കിലും വിശിഷ്ട പ്രസാദങ്ങളുണ്ടോ? ഉണ്ടോ? വേണ്ട. ഇവിടെ ഔഷധ സേവയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഔഷധ സേവ അതിന്റെ രുചി എന്താ? പറ. ഒന്നുമില്ലേ? കയ്പ് എന്ന് പറയുമ്പോ ചിരിക്കണോ? കയ്പാണ്. ശരി. ഈ സാധനം ഞാൻ നാളെ ഇവിടെ അല്ല, എന്റെ വീട്ടിലേക്ക് വന്നാൽ മതി. ഞാൻ ഒരു ഉണ്ടാക്കി തരാം. കയ്പായിരിക്കും. നിങ്ങൾ സ്വീകരിക്കോ? കയ്പ ഇല്ല. അതെന്താ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. എന്നാ ഭഗവാൻ തരുമ്പോ കഴിക്കും. എന്താ? അത് ഭഗവാന്റെ പ്രസാദാണ്. എനിക്ക് കയ്പ് ഇഷ്ടമല്ല, പക്ഷെ ഭഗവാൻ തന്നെ ഞങ്ങൾക്ക് സ്വീകരിക്കും. ആണോ? ഇത്രയേ ഉള്ളൂ. ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഭഗവാന്റെ പ്രസാദമാണ്. തിരിച്ചറിഞ്ഞാൽ തീരാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നം. ഭഗവാന്റെ പ്രസാദം സ്വീകരിക്കാൻ പറ്റും, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് തിരിച്ചറിയുന്നില്ല. നമ്മളെന്താ പറയുന്നത് അറിയോ? പിന്നെ ഭഗവാന്റെ പ്രസാദം അത് അവള് ഒറ്റയെടുത്ത് കാരണമാണ് ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ വ്യക്തിയുടെ പുറകെ നടക്കുകയാണ് ഒരു കുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കുത്തിക്കൊണ്ടിരിക്കും നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ. പണ്ടെന്നോ ചെറുപ്പത്തിൽ കോമസ് കിട്ടിയായിരുന്നല്ല 10ാം ക്ലാസ് വെച്ചിട്ട്. അതിപ്പോഴൊന്നും മനസ്സിലുണ്ട്. കൂടെ എപ്പോഴും ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും നീ എന്നൊന്നും കോമസ് കിട്ടിയില്ല. ഞാൻ മറന്നിട്ടില്ല കേട്ടോ, കിട്ടില്ലേ? ഞാൻ പറ്റുമോ? എത്ര കുത്തായിരുന്നു നീ തന്നത്? കോമസിന്റെ കാര്യം മാത്രമല്ല, ഏത് അനുഭവത്തിലാണെങ്കിലും ഇതാണ് നമ്മൾ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഭഗവാന്റെ പ്രസാദം കോമസ് കൊണ്ട് കുത്തിയത്. കഴിഞ്ഞു പോയ കാലം എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? എത്ര പൂജ ചെയ്താലും, എത്ര വലിയ യാത്രകൾ, എത്ര വലിയ തീർത്ഥാടനം നടത്തി കഴിഞ്ഞാലും, എത്ര വലിയ സാധന അനുഷ്ഠിച്ചാലും കഴിഞ്ഞു പോയ അനുഭവത്തിലെ ഒരു അംശമെങ്കിലും മാറ്റാൻ പറ്റുമോ? ഇല്ല. അതെന്ത് ചെയ്യണം? അപ്പൊ അതിനെ അംഗീകരിക്കണം. അതങ്ങനെയാണ് സംഭവിക്കേണ്ടത്. ആ നിമിഷം ആ അനുഭവത്തിലൂടെ കടന്നു പോകണം എന്നുള്ളതായിരുന്നു ആ നിമിഷത്തിന്റെ അനിവാര്യത. അതായിരുന്നു ഭഗവാൻ എനിക്ക് വേണ്ടി ഈ ജന്മത്തിൽ കരുതി വെച്ചിരുന്ന പ്രസാദം. അത് രണ്ട് കൈകൊണ്ട് സ്വീകരിക്കുക ആ ഓർമ്മകളെ, എന്നിട്ടോ തിരിച്ചു ഭഗവാനിലേക്ക് അർപ്പിക്കുക. പ്രസാദം നിങ്ങൾ ഫുള്ളം കഴിക്കോ? പ്രസാദം തരുമ്പോ ഇനി തന്നേന്ന് പറഞ്ഞിട്ട് പിന്നീട് കഴിക്കണ പായസപാത്രം മൊത്തം ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കോ? എന്ത് ചെയ്യും? കുറച്ച് വെച്ച് പ്രസാദം അത് അങ്ങനെ സ്വീകരിക്കുക. ബാക്കിയോ തിരിച്ചു കൊടുക്കും. ആണോ? തിരിച്ചു കൊടുക്കും നമ്മള്. ഇതേപോലെ എന്റെ കഴിഞ്ഞു പോയ കാലം അതിനെ അംഗീകരിക്കുക. എങ്ങനെ അംഗീകരിച്ചു? അത് ഭഗവാന്റെ പ്രസാദം ഞാൻ സ്വീകരിച്ചു. ഇനി ഭഗവാൻ ആ ഓർമ്മ ഞാൻ തിരിച്ചെടുത്തോ, ഞാൻ തിരിച്ച് ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നു. ഈ നിമിഷം ഇത് ഭഗവാന്റെ പ്രസാദം മാത്രമാണ്. ഈ നിമിഷം ഉണ്ടല്ലോ, അത് ഭഗവാൻ എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഏറ്റവും അമൂല്യമായ അനുഗ്രഹമാണ്. അത് യജ്ഞവേദി ഇരിക്കുന്നവർക്ക് കൊണ്ട് മാത്രം പറഞ്ഞല്ല. ഏത് അവസ്ഥയിലൂടെയാണ് ഈ നിമിഷത്തിൽ കടന്നു പോകുന്നതെങ്കിലും തിരിച്ചറിയാൻ ഇത് ഭഗവാന്റെ പ്രസാദമാണ്. ജീവിതത്തിൽ ദുഃഖകരമായ അനുഭവങ്ങളായിരുന്നോ, സുഖമായിരുന്നോ, നിങ്ങളെ ജീവിതത്തില് നല്ല തീഷ്ണമുള്ള ബുദ്ധിയോടൊപ്പം സ്ട്രെങ്തൻ ചെയ്ത് ശക്തി ആർജിപ്പിച്ച് മനസ്സിന് ധൈര്യം നൽകി കുറച്ചും കൂടി ജീവിതത്തിന്റെ സത്യത്തെ തിരിച്ചറിയിപ്പിച്ച് നൽകിയത് മോശം അനുഭവങ്ങളായിരുന്നു, നല്ല അനുഭവങ്ങളായിരുന്നു? ഏതായിരുന്നു?
മോശം അനുഭവങ്ങളായിരുന്നു. ആണോ? അതിലൂടെ കടന്നു പോയപ്പോഴാണ് ഞാൻ ശക്തമായത്. ഇപ്പൊ ജീവിതത്തിൽ ശക്തമാവണോ അതോ നല്ല അനുഭവങ്ങളോ? നമ്മൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കും, ഒന്നും ചെയ്യാനല്ല, എന്ത് രസം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും ഇവിടെ. നമ്മൾ ശക്തിപ്പെടുത്തുന്നുണ്ടോ ആ നല്ല അനുഭവങ്ങൾ? ഇല്ല. മോശം അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ശക്തിപ്പെടുത്തുന്നെങ്കിൽ, ശക്തിയെ കൈവരിക്കണമെങ്കിൽ ഓരോ അനുഭവത്തെയും അത് ഭഗവാന്റെ പ്രസാദമാണെന്ന് സ്വീകരിച്ച് അങ്ങ് സന്തോഷത്തോടെ മുന്നേറണം. അവിടെ സുഖം വന്നോ ദുഃഖം വന്നോ ഇല്ല. ശരിയാണോ? ഓരോ അനുഭവവും അതാണ് നിങ്ങളുടെ മുഖത്തെ ചിരി. ഇനി വരാനിരിക്കുന്ന കാലം അതാണ് ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹമാകുന്ന പ്രസാദമാകാൻ പോകുന്നത്. ഇനി വരാനിരിക്കുന്ന അനുഭവം അതും ഭഗവാനെ വിട്ടുകൊടുക്കുക. അകത്തിരിക്കുന്ന തിരുവേനിക്ക് അറിയാം പായസത്തിന് എന്ത് കൂട്ടാണ് ഇടേണ്ടതെന്നുള്ളത്. അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അയ്യോ പായസത്തിന് മധുരം കൂടിയോ, തിരുവേനിക്ക് അറിയോ പായസം ഉണ്ടാക്കാനായിട്ട് എന്ന് മകളുണ്ട് ഫുൾ ടൈം അവിടെ ആ പാചകപ്പുരയുടെ മുന്നിൽ ഇങ്ങനെ എത്തി നോക്കിയിട്ടുണ്ടോ? വേണോ? വേണ്ട. അത് കിട്ടും. നല്ല മധുരമുള്ളതായിരിക്കും ഭഗവാന്റെ പ്രസാദം. അല്ലേ? ഇവരേ ഉള്ളൂ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കും. എന്റെ ഭാവി നല്ല മധുരമായിരിക്കോ കയ്പായിരിക്കോ? ഇടവെട്ടിയിലാണ് ഔഷധസേവ, അപ്പൊ കയ്പായിരിക്കും ഭാവി എന്ന് പറയുന്നത്. അവിടെ കൃഷ്ണന്റെ കൂടെ തൊടുകൂടെ അവിടെ അങ്ങ് പായസമായിരുന്നു, മധുരമായിരുന്നു. ചിന്തിക്കും നിങ്ങള്. ഭാവി അതും പ്രസാദമാണ്. അത് മധുരവും കയ്പായിക്കൊള്ളട്ടെ. ഏറ്റവും ശ്രേഷ്ഠമായി അത് ഭഗവാൻ തന്നുകൊള്ളും. ആ ഭഗവാനിലേക്ക് തർപ്പിക്ക്. അത് കൃത്യമായ സമയത്ത് നമുക്ക് നൽകും. അറിയാം ഭഗവാൻ എന്താ വേണ്ടെന്നുള്ളത്. അതങ്ങോട്ട് സമർപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്വരൂപം ഇപ്പൊ ചിന്തിക്കുക, നോക്ക്. ഇപ്പൊ മനസ്സിലെന്താ ഉള്ളത്? ഇപ്പൊ എന്താ ഉള്ളിലോ? ആനന്ദോ? ശ്രദ്ധിച്ചേ. ഇപ്പൊ എന്താ? ഇപ്പൊ എന്താ? എന്തെങ്കിലും ഉണ്ടോ? ചിന്തകളുണ്ടോ? ശൂന്യത മാത്രം. ഈ ശൂന്യതയാണ് ആനന്ദം. ആനന്ദം എന്താ? ശൂന്യത. അതാണ് ബുദ്ധൻ വന്നപ്പോ ബുദ്ധൻ പറഞ്ഞത് ഈ ലോകം ശൂന്യമാണ്. എന്താ എംറ്റി ആവണത്? ഈ മനസ്സാണ് എംറ്റി ആവണത്. മനസ്സാണ് നിങ്ങളെ സുഖിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും. ആ മനസ്സെപ്പോ സെറ്റിൽഡ് ആകുന്നു, എപ്പോ സ്വസ്ഥമാകുന്നു, ശൂന്യത മാത്രമേ ഉള്ളൂ. അശൂന്യതയാണ് ആനന്ദം. അശൂന്യതയിലേക്ക് നിങ്ങളെ നയിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ധ്യാനം. ഇനി വരാനിരിക്കുന്ന കാലമാണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും എപ്പോഴും ടെൻഷൻ ആയിരിക്കും. എന്തായിത്തീരും ചിന്തകൾ ഇങ്ങനെ കാട് കയറി പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി കുറിച്ച് ഓർത്തോണ്ടിരിക്കുമ്പോ ഭഗവാൻ പറയണു, ഈ നിമിഷം ഈ നിമിഷത്തിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പോലും സാധിക്കുള്ളൂ. അങ്ങനെ ഏറ്റവും ചെയ്യണമെങ്കിൽ പോലും, നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ കൂടി നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമായിരിക്കണം. എങ്കിലും ബുദ്ധി പ്രവർത്തിക്കുള്ളൂ. ആ ബുദ്ധി പ്രവർത്തിച്ചാലേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്. ഒരു മൊമെന്റ് വരുമ്പോൾ ഇത് സിമ്പിൾ അല്ല. ജീവിതത്തിൽ അനുഭവം വരുമ്പോ ഇത് ഭഗവാന്റെ പ്രസാദമാണേ എന്ന് പറഞ്ഞിരിക്കാൻ അത് കുറച്ച് പാടാ. മനസ്സിലാവുന്നുണ്ടോ? കുറെ കാര്യങ്ങൾ കേട്ടിട്ട് കാര്യമില്ല. അത് അനുഭവത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ചെയ്തു തുടങ്ങണം. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങണം. നിങ്ങൾ ധ്യാനം ചെയ്ത് തുടങ്ങണം. സ്വധർമ്മം, സ്വരൂപധർമ്മത്തെ അറിയുമ്പോഴോ, ആനന്ദമാണെന്ന് തിരിച്ചറിവിലേക്ക് എത്തിക്കഴിയുമ്പോഴോ നിങ്ങളുടെ ഉള്ളിലെ സ്വഭാവം ധർമ്മത്തിലാവും. നിങ്ങളുടെ വർണ്ണം, നിങ്ങളുടെ ആശ്രമം എല്ലാം സ്വസ്ഥമായി ഏറ്റവും ഗംഭീരമായിട്ട് ജീവിക്കാനുള്ള ആ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് സിദ്ധിക്കും. അതാണ് ധർമ്മം. 33-ാമത്തെ ശ്ലോകത്തിലേക്ക് വരാം. 33 33 അല്ല 34. എല്ലാവരും ഇതിനെ പറ്റി ഒരിക്കലും വായിക്കാനാവാത്ത വിധം അകീർത്തികരമായ കാര്യങ്ങൾ പറയാനുള്ള വരും. ഒരിക്കൽ ആദരണീയനായിരുന്ന ഒരാൾ അകീർത്തി മരണത്തെക്കാൾ ദുഃഖകരമായി ഭവിക്കും.
ഭയാപ്രണാദുവരതം മംസ്യന്തേ ത്വാം മഹാരഥാഃ യേഷാം സത്വം ബഹുമതോ ഭൂത്വാ യാസ്യതി ലാഘവഃ. ഭയം മൂലം യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോയവരെന്ന് മഹാരഥന്മാർ നിന്നെ കണക്കാക്കുന്നു. ആരൊക്കെ നിന്നെ ബഹുമാനിച്ചിരുന്നോ അവർക്കെല്ലാം നീ നിസാരനായി തീരുകയും അർജുനോട് എന്താ പറയുന്നത്? നീ അധർമ്മത്തിലാണെങ്കിൽ, നീ ധർമ്മം ആചരിച്ചിട്ടില്ലെങ്കിൽ അധർമ്മത്തിൽ അധർമ്മത്തിൽ വന്നു കഴിഞ്ഞാലോ കീർത്തി അകീർത്തി. അകീർത്തി എന്താണ്? അകീർത്തി മോശം പറയുന്ന ആളുകൾ, അകീർത്തികരമായ കാര്യങ്ങൾ അത് കേൾക്കാൻ വരുമ്പോൾ നിനക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരും. അത് മരണത്തെക്കാൾ വിഷമായിരിക്കും അകീർത്തി, അല്ലെ? അത് ചോദിച്ചു. നമ്മുടെ ഈ സാമൂഹ്യ ജീവിതത്തിൽ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞോ മറ്റുള്ളവരെ കൊണ്ടൊന്നും വേണ്ടാതെ പറയിപ്പിക്കരുത്, നല്ലത് പറയിപ്പിക്കണേ എന്താ പറയുന്നത്, അല്ലെ? എന്താ കീർത്തി? ആ കീർത്തിയോടൊപ്പം ഇരിക്കണം. അകീർത്തി നമുക്ക് താങ്ങാൻ പറ്റില്ല. ഞാൻ നിങ്ങൾ ചോദിക്കണത്, സമൂഹത്തിലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലെ? പക്ഷെ അവരെ പറ്റി എന്താ പറയാ, ഒരിക്കലും ഹൃദയത്തിലോ വേദന തരുന്ന രീതിയിൽ അവരെ മനുഷ്യമായിട്ട് മോശം പറയുന്ന വ്യക്തി ഈ സമൂഹത്തിലില്ലേ? ഇനി സാമൂഹ്യ വിരുദ്ധതയാണ് ചെയ്യണമെന്ന പരസ്യമായ കാര്യമാണെങ്കിൽ അവർക്ക് നടക്കുന്ന സമൂഹങ്ങളില്ല. അതുകൊണ്ട് ഇതാ ലോകത്തിന്റെ സ്വഭാവം. ഈ അകീർത്തിയും കീർത്തി എന്ന് പറയുന്നത് ആളുകളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ കീർത്തിയുടെ മതത്തിലും പുറകെ പോകുന്ന കാരണം അറിയോ? നിങ്ങളുടെ സ്വരൂപത്തെ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ആനന്ദമാണെങ്കിൽ ഒരാൾ നിങ്ങളോട് പറയുന്നത് ഞാൻ നശിച്ചവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ ബാധിക്കുമോ? ആണോ? ഈ വന്നപ്പോ കൊലം മുടിഞ്ഞെന്ന് പറഞ്ഞത് പോലും നിങ്ങൾ ആനന്ദമാണ് തിരിച്ചറിഞ്ഞിരിക്കുന്ന ആൾക്ക് ഇത് വല്ലതും ബാധിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ ധർമ്മത്തിലാണ്. അധർമ്മത്തിലുള്ളവർക്ക് ഇതെല്ലാം ബാധിക്കുള്ളൂ. ചിന്തിക്ക്, നിങ്ങൾ ഏത് ധർമ്മത്തിലിരിക്കണം? അധർമ്മത്തിലാണോ ധർമ്മത്തിലാണോ? ഒരാള് നിങ്ങളുടെ മുഖത്ത് നോക്കി മോശം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുമോ? രണ്ടെണ്ണം ചിരിച്ചു പറയാണ്ട് ഉറക്കം പോലും വരില്ല. അപ്പോഴാണ് കേട്ടോണ്ടിരിക്കാൻ അധർമ്മത്തിലാണ്. ഓരോ അനുഭവത്തിലും അറിയുക ഭഗവാനാണ്. ആ വ്യക്തിയിലൂടെ ആളുകളോ എന്റെ അടുത്തേക്ക് വന്നത് മാത്രമേ ഒരു കത്ത് വീട്ടിലേക്ക് കിട്ടി. ആ കത്തിനൊരു മോശം വാർത്തയാണ് എഴുതുക. മോശം വാർത്ത തുറന്ന് വായിച്ചപ്പോ തന്നെ അത് കൊണ്ടുവന്ന പോസ്റ്റ്മാന്റെ മോന്തക്കിട്ട് നമ്മൾ കൊടുക്കും. മോശം വാർത്ത എഴുതാറിന് പണ്ട് രാജാവ് മോശം വാർത്ത തലവെട്ടിക്കാൻ എന്നൊക്കെ പറയാം കഥകളിലൊക്കെ. പോസ്റ്റ്മാന്റെ തലവെട്ടാൻ കൊടുക്കോ? ഇല്ല. അതെന്താ? പോസ്റ്റ്മാൻ എന്താ ചെയ്തത്? ആ പോസ്റ്റ്മാൻ ആ ലെറ്റർ നമുക്കൊണ്ട് തന്നത് മാത്രമേ ഉള്ളൂ. ആണോ? ഇതുപോലെയുള്ളൂ എന്നോ ഒരു ജന്മത്തിൽ ഞാൻ എഴുതിയ ഒരു പോസ്റ്റ് കർമ്മോ അതേ ജന്മത്തിൽ പ്രകൃതി ചിരിച്ചിങ്ങോട്ട് കൊണ്ടത് മാത്രമേ ഉള്ളൂ. അത് വായിച്ചു നോക്കുമ്പോ ചിലപ്പോൾ ദുഃഖമായിരിക്കും, അല്ലെങ്കിൽ ഓരോ അനുഭവങ്ങളായിരിക്കും, അല്ലെങ്കിൽ പറയുന്ന പോലെ മുഖത്ത് നോക്കി ആരെങ്കിലും പറഞ്ഞായിരിക്കാം, അല്ലെങ്കിൽ കരിയറിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലോ ഏറ്റവും അടികളായിരിക്കാം. അതൊക്കെ ഒരു പോസ്റ്റുകൾ മാത്രമാണ്. തത്വദർശികൾ അറിവുള്ളവർ അതിനെ അനുഭവം മാത്രമായിട്ട് കാണുക. കാരണം അവർക്കറിയാം ഞാൻ ആനന്ദമാണ്, എന്റെ ധർമ്മമാണിത്, എന്റെ സ്വരൂപധർമ്മം എന്താണ്. ഒരു വാക്കിലും ഒരു പ്രവൃത്തിയിലും ഒരു വ്യക്തിയിൽ അവർ ദേഷ്യം കാണില്ല, എന്നാൽ അച്ചാച്ചുകൊണ്ട് അവർക്കില്ല. അവരെ കൂടുതൽ സ്വസ്ഥായിരിക്കും. അവർ ഓരോ നിമിഷവും അസധർമ്മ ആചരണത്തിലായിരിക്കും. ഇല്ലെങ്കിലോ അകീർത്തി അകീർത്തിയില് അകീർത്തി നമുക്ക് താങ്ങാൻ പറ്റില്ല. അത് മരണത്തേക്കാൾ വേദന ഉണ്ടായി തീർക്കും. അത് മാത്രമല്ല, ഈ ലോകത്തിൽ ഏറ്റവും നിസ്സാരനായി തീർന്നു എന്ന നിന്റെ ഭാവം വരുത്തും. എന്ത് അധർമ്മത്തിലാണെങ്കിൽ ഒന്നും നേടിയില്ല ജീവിതത്തിൽ, ഇത്രയും കാലം ജീവിച്ചു, പക്ഷേ എനിക്ക് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒന്നും എവിടെ എത്തിച്ചേരാൻ പറ്റില്ല. എനിക്ക് ജോലിയില്ല, എനിക്ക് നേടാൻ പറ്റില്ല, ഒന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതെല്ലാം വരുമ്പോൾ അധർമ്മത്തിലാണെങ്കിൽ അത് ഉള്ളിലെ ആനന്ദത്തെ യു ആർ നിങ്ങൾ ആനന്ദമാണ്. നിങ്ങൾ ആനന്ദത്തെ തിരിച്ചറിയുമ്പോൾ തന്നെ ആ മായ നീങ്ങി
ലോകം മുഴുവനും ആനന്ദത്തിലാവും. കാരണം ഉള്ളിലെ ആനന്ദമാണ്, പുറമെ ആനന്ദമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. ആ മഞ്ഞ കണ്ണാടി പോലെ ഉള്ളിൽ നിങ്ങൾ എത്രത്തോളം ആനന്ദത്തിനും സ്വസ്ഥതയിലുമാണോ, അത്രയും നിങ്ങളുടെ ലോകവും ആനന്ദത്തിനും സ്വസ്ഥതയിലാവും. ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ നിങ്ങളെ ബാധിക്കില്ല. അത് ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അധർമ്മമാണ്. അപ്പോൾ അത് മരണത്തോടോ നിങ്ങൾക്ക് വേദന തരും. അതാണ് പറയുന്നത്. 36ാമത്തെ ശ്ലോകം. വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർഥ്യം തതോ ദുഃഖതരം കിം. ശത്രുക്കൾ നിന്റെ കഴുകളെ ഭക്ഷിക്കുകയും നിന്നെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുകയും ചെയ്തു. ഇതിനേക്കാൾ ദുഃഖകരമായി മറ്റെന്താണുള്ളത്? ഹതോ വാ പ്രാപ്സ്യാസി സ്വർഗ്ഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയഃ. ഹേ അർജുന, നീ മരിച്ചാൽ വീര്യസ്വർഗം പ്രാപിക്കും, ജയിച്ചാൽ രാജ്യസുഖം അനുഭവിക്കുകയും ചെയ്യും. അതിനാൽ നീ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് എഴുന്നേൽക്കുക. ദീർഘമായ ശ്വാസം എടുക്കാം. ശ്വാസം പുറത്തേക്ക് വിടാം. സാവധാനം കണ്ണുകൾ തുറക്കാം. വീണ്ടും പറയുന്നു, എന്താണ്? ശത്രുക്കൾ ഒരു കഴിവിനെ പുച്ഛിക്കും, നിന്നെ ഒന്നും കൊള്ളില്ലാത്തവരാണെന്ന് നമ്മൾ പറയും. അതിലും വലുതൊന്നും കേൾക്കാനില്ല. അത്രയും മോശം അവസ്ഥയിലേക്ക് നിന്റെ മനസ്സ് പോകും. കാരണം എന്താ? നീ തിരിച്ചറിയുന്നില്ല ഈ ആനന്ദമാണെന്ന്, ധർമ്മത്തിനെ അറിയുന്നില്ല. പറയണം, ശരി 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 ശരി, നിനക്ക് നിന്നോട് ഒരു കാര്യം ഞാൻ പറയാം. നീ ഈ ധർമ്മയുദ്ധം, ഈ യുദ്ധം നീ വിജയിച്ചാൽ നിനക്ക് രാജ്യം കിട്ടും. അതും നിനക്ക് നല്ലതാണ്. ഇനി മരിച്ചാലോ നിനക്ക് വലിയ സ്വർഗം കിട്ടും. അതും നിനക്ക് നല്ലതിനാണ്. അതായത് സുഖമാവട്ടെ ദുഃഖമാവട്ടെ നിങ്ങളെ ബാധിക്കില്ല. നിങ്ങൾ ധർമ്മത്തിനാണെങ്കിൽ എന്റെ ധർമ്മത്തെ ശക്തി എന്താ? സുഖമായാലും ദുഃഖമായാലും നിങ്ങളെ ബാധിക്കില്ല. അതാണ് ഭഗവാൻ പറഞ്ഞാൽ വീട് സ്വർഗം കിട്ടും. ജയിച്ചാൽ രാജ്യം കിട്ടും, തോറ്റാലോ വീട് സ്വർഗം കിട്ടും. രണ്ടായാലും നിനക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് ജീവിതത്തിന്റെ നിയമം. നിങ്ങൾ ധർമ്മത്തിലാണെങ്കിൽ ആനന്ദത്തെ തിരിച്ചറിഞ്ഞു നിറഞ്ഞിരിക്കണ സത്വേ പ്രാണ ഊർജത്തെ തിരിച്ചറിയണം. പ്രാണ ഊർജം നിറയുന്ന അനുസരിച്ചാണ് നിങ്ങൾ ആനന്ദത്തിലേക്ക് എത്തുന്നത്. അറിയോ, 7 ചക്രങ്ങളാണ് നമ്മൾ. 7 ചക്രങ്ങൾ. ഏതൊക്കെ 7 ചക്രങ്ങളാണ്? മൂലാഭാഗം നമ്മുടെ നട്ടലിന്റെ ഏറ്റവും താഴ്ഭാഗം. പിന്നെയോ അടുത്തെന്താ? രണ്ടാമത്തെ ചക്രം പറയും. ചക്രം മൂലാധാരം. രണ്ടാമത്തെ ചക്രം സ്വാധിഷ്ഠാനം. എവിടെയിരിക്കുന്നത്? നമ്മുടെ ജനനേന്ദ്രിയത്തിന്റെ പുറകിലുള്ള നട്ടലിനോട് ചേർന്ന് നടുഭാഗമായിട്ടിരിക്കും. മൂന്നാമത്തെ ചക്രം മൂന്നാമത്തെ മണി മണിപ്പൂരകം. അത് നാഭി ഭാഗത്താണ് ഇരിക്കുന്നത്. നെഞ്ചിന്റെ മധ്യഭാഗത്തുണ്ട്, നട്ടലിനോട് ചേർന്ന് മധ്യഭാഗത്തുണ്ട്. എന്താ ആർക്കൊക്കെ അറിയാം? അതോർക്കും പറഞ്ഞാൽ മതി. പറഞ്ഞാൽ മതി. അനാഹതം. അടുത്ത ചക്രം തൊണ്ടക്കുഴിയുടെ ഭാഗത്ത്. ഏതാ? അറിയാതൊന്നുമല്ല. വിശുദ്ധി ചക്രം. അടുത്ത ചക്രം നമ്മുടെ മധ്യത്തിൽ നടുവില് ഈ ഭാഗത്ത്. അതിന്റെ പേരെന്താ? ആജ്ഞാചക്രം.
അടുത്ത ചക്രം നമ്മുടെ ശിരസിന്റെ മുകളിൽ, അതായത് ഈ സ്ഥൂല ശരീരത്തിലല്ല, കാണുന്ന ശരീരത്തിലല്ല, നമുക്ക് സൂക്ഷ്മ ശരീരമുണ്ട്, ഊർജ്ജ തലമുണ്ട്, നമുക്കൊരു ഊർജ്ജം കൂടി ഉണ്ട്. നമ്മൾ കാണുന്ന ഒരു എനർജിയാണ്. ആ എനർജി ബോഡിയിലാണ് അടുത്ത ചക്രം ഇരിക്കുന്നതാണ് സഹസ്രാരം. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. കേട്ടോളൂ. നിങ്ങൾ അധർമ്മത്തിലാണെങ്കിൽ സഹസ്രാരം എന്ന് പറയുന്നത് ആനന്ദം മാത്രമാണ്. ആനന്ദം മാത്രം. ഇതിൽ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങും. താഴേക്ക് ഇറങ്ങിയിട്ട് നിങ്ങളുടെ പ്രാണ ഊർജം ഈ വ്യക്തിയുടെ മധ്യഭാഗത്തേക്ക് ആജ്ഞാചക്രത്തിലേക്ക് വരും. ആജ്ഞാചക്രത്തില് അറിവുണ്ട്, ദേഷ്യമുണ്ട്. അധർമ്മത്തിലേക്ക് വരുമ്പോ ദേഷ്യമുണ്ട്, അറിവുണ്ട്. ഈ ഊർജം ഏതെങ്കിലും ഒന്ന് വസ്തുക്കുള്ളൂ. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ദേഷ്യത്തിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അവബോധം ശക്തമായിരിക്കും. അതാണ് ദേഷ്യപ്പെടുന്ന ആൾക്കാരുടെ ബോധം നശിക്കുന്നത്. അപ്പൊ തൊട്ട് മുന്നിൽ ആൾക്കാരെ ഭാര്യയാണോ, ഭർത്താവാണോ, മകളാണോ, മകനാണോ ഒറ്റ കുട്ടി എന്റെ പിന്നെ ചെയ്യും, അടിക്കണ്ടായിരുന്നു, പറയണ്ടായിരുന്നു. അവബോധം വരുമ്പോഴേ പിന്നെ തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ. ഈ എനർജി ദേഷ്യമായിട്ട് മാറി. അധർമ്മത്തിലാണെങ്കിൽ പ്രാണ ഊർജം താഴേക്ക് ശരിക്കും താഴേക്ക് പോകും ആത്മീയ ദേഷ്യം വരും. അടുത്തത് തൊണ്ടക്കുഴിയിലേക്ക് വരും. തൊണ്ടക്കുഴി വിശുദ്ധി. അതാണ് കൃതജ്ഞതയുടെ വികാരവും സങ്കടത്തിന്റെ വികാരവും. സങ്കടവും കൃതജ്ഞതയും രണ്ട് വികാരമാണ് ഇവിടെ തന്നെ ഉണ്ട്, തൊണ്ടക്കുഴി തന്നെ ഉണ്ട്. ഈ നമുക്ക് നന്ദി നിറയുമ്പോഴും നമ്മുടെ കണ്ഠം വിടറും. നന്ദി പറയുമ്പോൾ അതൊന്നും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കണ്ഠം വിടറും. അതെന്താ? കൃതജ്ഞത നിറയുമ്പോഴാണ്. ഈ കണ്ഠം തന്നെയാണ് സങ്കടം വരുമ്പോഴും നിങ്ങൾക്ക് വാക്കുകൾ പറയാതിരിക്കുന്നത്. കാരണം എന്താ? വിശുദ്ധ ചക്രം സങ്കടത്തിലാണ്. പ്രാണ കുറയുന്നോറും തൊണ്ടയിലാണിരിക്കുന്നത് പ്രാണം സങ്കടത്തിലേക്ക് മാറും. പിന്നെയോ നെഞ്ചിനകത്തേക്ക് വരും. നെഞ്ചിലേക്ക് ഒരു താഴത്തേക്ക് പോയി നെഞ്ച് അനാഥത. ഇതാണ് സ്നേഹത്തിന്റെയും വെറുപ്പും. സ്നേഹവും വെറുപ്പും. സങ്കടം കഴിഞ്ഞ അടുത്ത വെറുപ്പിലേക്ക് നടക്കുന്നത്. വെറുപ്പിലേക്ക് പ്രാണപാതയ്ക്കാണ് വെറുപ്പിലേക്ക് വരും. അധർമ്മമാണ് നിങ്ങളുടെ പ്രാണയെ താഴേക്ക് ഒതുക്കുന്നത്, ധർമ്മമാണ് നിങ്ങളുടെ പ്രാണയെ മുകളിലേക്ക് ഒതുക്കുന്നത്. അത് താഴേക്ക് വരുന്നത്. അധർമ്മത്തെ കുറിച്ച് പറയാം. വെറുപ്പിലേക്ക് നിങ്ങൾ എത്തിക്കും. ജീവിതത്തോട് വെറുപ്പ്, ഹസ്ബൻഡിനോട് വെറുപ്പ്, മക്കളോട് വെറുപ്പ്, കൂട്ടുകാരോട് വെറുപ്പ്, വീടിനോട് വെറുപ്പ്, സ്വന്തം ലൈഫിനോട് വെറുപ്പ്, സകലത്തും വെറുപ്പുമായി. കാരണം എന്താ? ധർമ്മത്തിൽ പ്രാണ ഊർജ്ജം താഴേക്ക് ചലിച്ചുകൊണ്ടിരിക്കണം. വയറിന്റെ ഭാഗത്തേക്ക് വരും. വയറിന്റെ ഭാഗത്ത് അതാണ് മണിപൂരകം. ഇവിടെയാണ് നിങ്ങളുടെ അബണ്ടൻസ് എന്ന് പറയും, ഉദാരത എന്ന് പറയും. അതും ഉദാരത നിങ്ങൾക്ക് എല്ലാം കൊടുക്കാനുള്ള ഒരു ഭാവമായിരിക്കും ധർമ്മത്തിലാണെങ്കിൽ. ധർമ്മത്തിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാം സഹായിക്കണം എന്നുള്ളൊരു മനോഭാവം ഉണ്ടാവുള്ളൂ. ഇത് അധർമ്മത്തിലാണെങ്കിലും അസൂയ ഉണ്ടാവും. അയ്യോ, അയാൾ നല്ല എന്ത് ചെയ്താലും അയാൾ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് എനിക്കത് വരാൻ പറ്റുന്നില്ലോ, അവൻ എങ്ങനെയെങ്കിലും വലിച്ച താഴെയുണ്ടോ? അസൂയ ജനിക്കും. അടുത്തിരിക്കുന്ന ആളോട് അസൂയ, അപ്പുറത്തെ വീട്ടുകാരോട് അസൂയ, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയാണെങ്കിൽ വേറെ സംഘടന പ്രവർത്തിക്കുന്നവരുടെ അസൂയ. കാരണം എന്താ? പ്രാണ ഊർജ്ജം ഈ വയറിന്റെ ഭാഗത്ത് അസൂയായിട്ടാണ് കിടക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല, ഒന്നും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല, അത് സഹായിക്കാൻ പറ്റില്ല. അസൂയാണ് അവിടെ നിൽക്കുന്നത്. ഇത് താഴേക്ക് ഇരിക്കും. നിങ്ങൾ സ്വാധിഷ്ഠാനത്തിലെത്തും. അവിടെ കഴിയുമ്പോൾ സ്വാധിഷ്ഠാനമാണ് നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റിയുടെ മലയാളം എന്താണ്? ക്രിയേറ്റിവിറ്റി ക്രിയാത്മകത. ക്രിയാത്മകത അതായത് കാര്യങ്ങളൊക്കെ വികസിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഓരോ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ഐഡിയാസ് നമുക്ക് ഉണ്ടാവും. ക്രിയാത്മകത ഉണർന്നാൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ അധർമ്മത്തിലാണെങ്കിൽ ഇതേ ചക്രത്തിലാണ് കാമെന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ എങ്ങനെ ഉപയോഗിക്കാം, മറ്റുള്ളവരെ എങ്ങനെ ഉപയോഗിക്കാം, അതിന്റെ കാമം എന്ന് പറയുന്നത്. അടുത്തിരിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്ക് നല്ല പൈസയുണ്ട്, പക്ഷെ അവൻ വളരുന്ന എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അവിടെ അസൂയുണ്ട്. അവന് ചെയ്യാൻ അവനെ ഉപയോഗിക്കാൻ നോക്കും, അവനായിട്ട് സകല പണിയെടുപ്പിക്കും, അല്ലെങ്കിൽ അവനെ മാക്സിമം ഊറ്റും. മുഖത്ത് ചിരി ഉണ്ടാവും, പക്ഷെ മനസ്സിനകത്ത് മൊത്തം അവനെ എങ്ങനെയെങ്കിലും ഉപയോഗിക്കണം എന്ന ചിന്തയായിരിക്കും. അവൻ എന്നോട് എന്റെ കീഴിൽ തന്നെ ഇട്ടുകൊടുക്കണം. ഈ മമ്മൂട്ടിയുടെ പ്രയോഗം എന്ന് പറഞ്ഞിട്ട് അത് ഇതാ ഉദ്ദേശിക്കുന്നത്. കാമമാണെന്നാണ് പ്രയോഗം എന്നതുണ്ടാവും. കേരളത്തിലെ ചാത്തൻ അടിമകളാക്കി വെച്ചോണ്ടിരിക്കും. അടിമയാക്കി വെച്ചാൽ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു സമൂഹത്തെ ഞാൻ ഊറ്റിക്കൊണ്ടിരിക്കും.
പല സംഘടനകളും രാഷ്ട്രീയമായിട്ട് എന്തോ ആയിക്കോട്ടെ ഈ ഒരു കാമത്തിലെ നിൽക്കുന്നത് എപ്പോഴും മറ്റുള്ളവരെ അങ്ങോട്ട് മോഹിക്കണം. ഈ കാമത്തിലെ നിൽക്കുന്നെങ്കിൽ എപ്പോഴും മറ്റുള്ള വ്യക്തികളെ മോഹിക്കാനേ പറ്റി നോക്കുള്ളൂ. എന്നുവെച്ചാൽ എന്റെ സുഖത്തിന് വേണ്ടി ഞാൻ അത് ഉപയോഗിക്കും. അതാണ് കാമം. എനിക്ക് സുഖം കിട്ടണം, മറ്റേ വ്യക്തി ഏത് അവസ്ഥയിലാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ അയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഏത് ഭാര്യ ഭർത്താവായിക്കോട്ടെ, സംഘടനയിലാവട്ടെ, ഏത് അവസ്ഥയിലായിക്കോട്ടെ, ഉപയോഗിക്കുക എന്നുള്ള ഭാവം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സ്വാധിഷ്ഠാന ചക്രത്തിൽ താഴേക്ക് ഒരു ചക്രം കൂടെ ഉള്ളൂ. അതാണ് എന്താ രസചക്രം. സ്വാധിഷ്ഠാന ചക്രം താഴേക്ക് വരും. മൂലാധാരം ഏറ്റവും താഴെ. മൂലാധാരത്തില് ആണ് ഡോർമെന്റ് എന്ന് പറയുന്നത്. എനർജി നിശ്ചലമായിരിക്കും, ജഡതയായിരിക്കും. എല്ലാ വികാരങ്ങളും കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ജഡതയായിരിക്കും. പുറത്തിറങ്ങില്ല, ഫുൾ ടൈം റൂമിനകത്ത് അടച്ചുകൊണ്ടിരിക്കും. ഫുൾ ടൈം പുറത്തേക്ക് ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, ഫുൾ ടൈം മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. മൊബൈൽ ഇല്ലെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കും. ആ പൊട്ടക്കറി കിടക്കും, അനങ്ങാൻ പറ്റില്ല. മൂലാധാരം എത്തിക്കൊണ്ടാണ്. പക്ഷേ മൂലാധാരത്തിന്റെ അധിപതി ആരാ? മൂലാധാരത്തിന്റെ അധിപതി ഗണപതി. ഗണപതി വാക്കുണ്ട്, എനർജി, ഊർജം. ഊർജമാണ് ഗണപതിയുടെ മൂലവാക്യം, എനർജി എന്ന് പറയുന്നത്. അപ്പോ ഗണപതി എന്നാൽ ഉത്സാഹമാണ്. ഉത്സാഹം എന്നാൽ മൂലാധാരത്തിന്റെ അടുത്ത കർമ്മത്തിലാണെങ്കിൽ ഉത്സാഹമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. ഗണപതിയെ ശ്രദ്ധിച്ചുകൊണ്ട് ആനയാണ്. തടസ്സങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് ആനയ്ക്കൊരു വഴിയുണ്ട്, ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ ആന എന്ത് തടസ്സമുണ്ടെങ്കിൽ എല്ലാം അതുപോലെ ചെയ്തു പോയിരിക്കും. ആന വഴിയിലൂടെ ഒരു എന്നെ പോലും കിടക്കില്ലെന്നാ പറയുക. ആന പോകുന്ന വഴിയിലൂടെ ആന എല്ലാം പൂർത്തി വൃത്തിയാക്കി മരങ്ങളുണ്ടാക്കി മരങ്ങളൊക്കെ മാറ്റി എടുത്ത് മാറ്റി അല്ല കമ്പി കിടക്കുന്ന കമ്പൊക്കെ എടുത്ത് മാറ്റി ആന പോയിക്കൊണ്ടിരിക്കും. ഉത്സാഹമത നിങ്ങളുടെ ജീവിതം ഉത്സാഹം കടന്നു വരുന്നത്. എത്ര തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാലും ജനതയിലാണെങ്കിൽ നിങ്ങൾ അക്രമത്തിലാണ്, ധർമ്മത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഉത്സാഹം ഉണ്ടാവും, മുന്നേറാൻ പറ്റും. ഇത് പ്രാണ ഊർജത്തിന്റെ ചലനമാണ് നിങ്ങളെ ധർമ്മത്തിലേക്കും അക്രമത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാണ ഊർജം എറിയുമ്പോൾ മൂലാധാരത്തിൽ ഉത്സാഹം ഉണ്ടാവുന്നു, പിന്നെ ക്രിയാത്മകത ഉണ്ടാവുന്നു, പിന്നെ ഉദാരത ഉണ്ടാവുന്നു, മറ്റുള്ളവരെ സേവിക്കാനുള്ള ഭാവം ഉണ്ടാവുന്നു, സ്നേഹം ഉണ്ടാവുന്നു, പൂർണ്ണമാവുന്നു, അറിവ് ലഭിക്കാനുള്ള ഭാവം എത്തുന്നു. അങ്ങനെ ആനന്ദത്തിലേക്ക് എത്തിച്ചേരുന്നു. അധർമ്മത്തിലാണെങ്കിലോ അസൂയായിരിക്കും, നിങ്ങൾക്ക് മറ്റുള്ളവരെ മോഹിക്കുന്ന ചിന്തയായിരിക്കും നിങ്ങളുടെ ഉണ്ടായിരിക്കാം. വെറുപ്പ് നിറയാൻ തുടങ്ങും, വിഷമം വന്നോളന്നും, ദേഷ്യം വന്നോളന്നും, പിന്നെ അപ്പത്തേക്കില്ല കേട്ടോ. അത് ആനന്ദം മാത്രമേ. ഉദ്ദേശത്തോടെ അവരുടെ ജീവിതം നാശിക്കാൻ പണ്ടാണ് അധർമ്മത്തിൽ ജീവിക്കുന്നവർക്കുണ്ടാവുന്ന അവസ്ഥ. പ്രാണ ഊർജം ഉയർത്താതെ പ്രാണ ഊർജം പ്രാണായാമം എന്തെന്നറിയോ? പ്രാണോർജം ഉയർത്തുന്നതാണ് പ്രാണായാമം എന്ന് പറയുന്നത്. ഈ പ്രാണായാമം ഡെയിലി ചെയ്യുന്ന ആൾക്കാരുടെ ഉള്ളിൽ പറയുന്ന ഉത്സാഹം ഉണ്ടായിരിക്കും, ക്രിയാത്മകത ഉണ്ടായിരിക്കും, സ്നേഹം ഉണ്ടായിരിക്കും, സന്തോഷം ഉണ്ടായിരിക്കും, ആനന്ദം നിറയും, അറിവ് അറിയാൻ തുടങ്ങും, ബോധം ഉണ്ടാകും. പ്രാണായാമം ഭാഗവതത്തിൽ പ്രാണായാമം ചെയ്യാൻ പറയുന്നുണ്ട്, യോഗാവശിഷ്ടത്തിൽ പ്രാണായാമം ചെയ്യാൻ പറയുന്നുണ്ട്, ഭഗവത്ഗീതയിലും പ്രാണായാമം ചെയ്യാൻ പറയാറുണ്ട്. ഇത്രയും പ്രാണായാമത്തിന് പ്രാധാന്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എത്ര പേര് ദിവസം പ്രാണായാമം ചെയ്തിട്ട് പ്രാണായാമം ചെയ്തു? അതും വളരെ കുറച്ച് ആൾക്കാർ. ഭഗവത്ഗീത കേട്ട കാര്യമില്ല. ചില ആൾക്കാർ ഏത് ശ്ലോകം കാണാൻ പഠിച്ചിരിക്കും. എല്ലാവരും ഏത് അധ്യായത്തിന്റെ ഏത് ശ്ലോകം ചോദിച്ചാൽ എന്റെ പാരായണ ശുദ്ധമായിരിക്കും, അതിന്റെ അർത്ഥവും ശുദ്ധമായിരിക്കും. എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് നമുക്കറിയില്ലേ? ഒന്നും നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ദിവസേന പ്രാണായാമവും ധ്യാനവും നിങ്ങൾ ചെയ്താൽ ധർമ്മം കയ്യെ നിന്ന് പറഞ്ഞോളും. സേവ എന്ന് വെച്ചാൽ എന്താ? സേവ എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന നിഷ്കാമകർമ്മം പറയുന്നത്. നിഷ്കാമകർമ്മം എന്നുണ്ട് കർമ്മയോഗത്തിൽ ചർച്ച ചെയ്യുന്ന കാര്യമാണ് നിഷ്കാമകർമ്മം. അതാണ് സേവ. ആ സേവ എപ്പോഴും ചെയ്യാൻ പറ്റണമെന്ന് അറിയോ? നിങ്ങൾ ധർമ്മത്തെ നിങ്ങൾ അറിയണം, ആനന്ദത്തെ അറിയണം, ധ്യാനം ചെയ്യണം. ഉദാഹരണം അറിയാൻ തുടങ്ങും. കൊടുക്കാൻ പറ്റും. ആരാണ് കൊടുക്കുന്നത് അവനെ എല്ലാം നൽകുള്ളൂ. പ്രകൃതിയിലെ സകല അനുഗ്രഹങ്ങളും ആരാണ് കൊടുക്കുന്നത് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുള്ളൂ. അതുകൊണ്ടാണ് കർണന് സ്വർഗം പോലും സ്ഥാപിച്ചത്. കർണൻ ദാനത്തിന്റെ വേണ്ട, കർണനെ വിട്ടേക്ക്, ഒരു വിചാരിക്കാം. യുധിഷ്ഠിരൻ മാത്രമാണ്
ഉടലോട് സ്വർഗത്തിൽ എത്തിച്ചേർന്നത്. വേറെ ആരും എത്തിച്ചേർന്നില്ല. പക്ഷെ ഭഗവത്ഗീത കേട്ട അർജുനന് പോയി എത്തിച്ചേരാൻ പറ്റില്ല. ഉടലോട് സ്വർഗത്തിൽ ആർക്ക് എത്തിച്ചേരാൻ പറ്റിയത്? യുധിഷ്ഠിരന് മാത്രം. കാരണം എന്താ? അദ്ദേഹം ഒരു സേവകനായിരുന്നു, ഭഗവാന്റെ സേവകനായിരുന്നു. ജീവിതം മുഴുവൻ അദ്ദേഹം സേവനായിട്ടാണ് ജീവിച്ചത്. അദ്ദേഹം കൊടുത്തുകൊണ്ടിരുന്നു. അദ്ദേഹം ഒന്നും നേടാൻ ശ്രമിച്ചിട്ടില്ല ജീവിതത്തിൽ. എല്ലാം കൊടുത്തുകൊണ്ടിരിക്കണം അദ്ദേഹം. യുധിഷ്ഠിരൻ ധർമ്മത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഉടലോട് സ്വർഗത്തിൽ പോകാൻ കരുതിക്കൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിലെ ആനന്ദത്തെ തിരിച്ചറിയാവും. നമ്മുടെ ജീവിതം ശുദ്ധമാകും. കർമ്മം ജീവിതത്തിൽ അറിയാൻ തുടങ്ങും. അങ്ങനെ ഒരു അപകടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കാതെ മുഖത്തൊരു പുഞ്ചിരിയോടൊപ്പം ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവത്തിന് ജീവിക്കാൻ സാധിക്കും. അതാണ് ധർമ്മത്തിൽ ജീവിക്കുന്നവർക്ക് കിട്ടുന്ന ഭാഗ്യം. അതാണ് പറയുന്നു, അധർമ്മത്തിലാണെങ്കിൽ നിങ്ങൾ ഏത് അനുഭവം ബാധിക്കുള്ളൂ. ധർമ്മത്തിലാണെങ്കിൽ സ്വസ്ഥമായിരിക്കും, ശാന്തമായിരിക്കും. ഒരു സീക്രട്ട് പറഞ്ഞത്, ഒരു സീക്രട്ട് കൂടെ. അതാണ് ഇന്നത്തെ ദിവസത്തിലെ നമ്മുടെ അവസാനത്തെ ശ്ലോകം. സീക്രട്ടാണ് കേട്ടോ. ധർമ്മവും അധർമ്മവും ഭഗവാൻ പറഞ്ഞു. ഇനി അത് ആചരിക്കാനുള്ള സീക്രട്ട് 38-ാമത്തെ ശ്ലോകം. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാ ജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. സുഖങ്ങളും ലാഭനഷ്ടങ്ങളും ജയപരാജയങ്ങളും സമമായി കരുതി യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുക. എന്നാൽ നിന്നെ പാപം ബാധിക്കുകയില്ല. ദീർഘമായ ശ്വാസം അകത്തേക്ക് എടുക്കാം. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. കണ്ണുകൾ തുറക്കാം. പറഞ്ഞേ സുഖദുഃഖേ ജയ ജയം പരാജയവും പിന്നെയോ ലാഭവും നഷ്ടവും എല്ലാ അവസ്ഥയിലും സമമായി കാണുന്നവർ ഒരു പാപവും ഒരു കർമ്മഫലവും അത് ബാധിക്കില്ല. അപ്പോഴും സുഖത്തിലും ദുഃഖത്തിലും ജയത്തിലും പരാജയത്തിലും ലാഭവും കിട്ടിയാലും നഷ്ടം വന്നു കഴിഞ്ഞാലും ജീവിതത്തെ ഒരേ ഭാവത്തിൽ കണ്ടുകൊണ്ട് ആ കാഴ്ചപ്പാട് ജീവിക്കാൻ ആർക്കും സാധിക്കാം. ഉള്ളിലെ ആനന്ദത്തെ തിരിച്ചറിഞ്ഞവർക്ക് മാത്രം. ആരാണോ സ്വയം ബോധസ്വരൂപമാണ്, ഞാൻ ആത്മാവാണ്, ആനന്ദം മാത്രമാണ് അറിയുന്നത്, അവരെ ഒരു പാപവും ഏൽക്കില്ല. ആ ആത്മതത്വത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ് ധ്യാനം. അതിലേക്ക് നിങ്ങളുടെ ഊർജ്ജത്തെ ഉയർത്തുന്നതാണ് പ്രാണായാമം. അപ്പോ പ്രാണായാമവും ധ്യാനവും പഠിക്കാൻ കിട്ടുന്ന അവസരവും പാഴാക്കരുത്. പേടിപ്പിടിച്ച് ചെയ്തോണം. അതാണ് ഞാൻ കണ്ടൊരു ക്വാളിറ്റി. അദ്ദേഹം ലോകത്തിൽ നൽകിയിട്ടാണ് ഒരു മഹത്തായ സംഭാവന എടുത്തത്. അതിന്റെ പേരാണ് സുദർശന ക്രിയ. ഈ സുദർശന ക്രിയ വെരി ബ്യൂട്ടിഫുൾ. അത് നിങ്ങൾ ചെയ്യുമ്പോഴല്ലോ ആ ഓരോ സ്പോക്കിലാണ് വേറെ എവിടേക്കാളും കഴിയണ്ട. ആ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ നിറയുന്ന ആനന്ദം നിങ്ങൾ തിരിച്ചറിയിച്ചു. സുദർശന ക്രിയ ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും. വെരി ഗുഡ്. ചെയ്തപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ആണോ? ഇത്രയുണ്ടോ? നിങ്ങൾ അറിഞ്ഞോ? തിരിച്ചറിഞ്ഞു. സ്ത്രീ ആദ്യമായിട്ട് സ്വീകരിച്ചിട്ട് എത്ര സമയം ആണല്ലോ. അതാണ് നിങ്ങളുടെ സ്വരൂപം. ആത്മാവെ ദർശിക്കാൻ ഒരിക്കലും പറഞ്ഞു പറ്റില്ല. ഒരു അനുഭവിച്ച് നൽകിയിട്ടുള്ളൂ. ഒരു കാര്യത്തെ അനുഭവിച്ച് നൽകാൻ സാധിക്കുന്നത് അതൊരു സദ്ഗുരു മാത്രമേ സാധിക്കുള്ളൂ. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഒരു തത്വത്തിൽ ഒരു വ്യക്തിക്ക് മാത്രമേ എന്താണ് ആത്മാവ് എന്ന് അനുഭവ തലത്തിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ആ അനുഭവ തലത്തിൽ നമുക്ക് സിദ്ധിച്ചു. എങ്ങനെ ദർശനത്തെ നമ്മുടെ ജീവിതത്തില് ഭാഗമാക്കിയപ്പോ ഞാൻ ഒരു ആർട്ട് ഓഫ് ലിവിംഗ് ആയതുകൊണ്ട് പറഞ്ഞില്ല. പക്ഷേ അവിടെ അനുഭവം ഉണ്ട്. സുദർശനക്രിയ, പ്രാണായാമം, ധ്യാനം അത് അനുഭവിച്ചിരിക്കുന്ന അവസ്ഥ അത് കർമ്മത്തിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ സ്വന്തം ആത്മാവ് നമ്മൾ തിരിച്ചറിയും. നിങ്ങൾ ഉറപ്പായിട്ട് മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാരണം ഈ ഭഗവത്ഗീത പൂർണ്ണമായിട്ടും അരച്ച് കലക്കി ഒരു ക്യാപ്സൂളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ
അതാണ് ദർശനം ചെയ്യാൻ പറയുന്നത്. അത് ഭാവത്തില് നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും അറിയുന്ന അവസരമുണ്ട്. സിമ്പിൾ ടെക്നിക്കാണ്. പക്ഷേ ചെയ്യണമെങ്കിൽ പക്ഷെ നന്നായി കഴിയുമ്പോൾ ജീവിതത്തെ മറ്റൊരു കാഴ്ചപ്പാട് കാണാൻ പറ്റും. അതിനർത്ഥം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതാവുന്നതല്ല, ജയവും പരാജയവും സുഖവും ദുഃഖവും ആനന്ദവും അതിൽ മാത്രം അധിഷ്ഠിതമായിട്ട് ഒന്നും നിങ്ങളെ ബാധിക്കാതെ സ്വസ്ഥമായ മനസ്ഥിതിയില് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി അത് അനുഭവം നൽകും. അതാണ് സുരക്ഷിത എന്നുള്ളത്. സൂക്ഷിക്കാൻ ജീവിതത്തിൽ. ഇനി 39ാമത്തെ ശ്ലോകം അതൊന്ന് വായിച്ച് എന്നിട്ട് 3ാമത്തെ ദിനം ഇവിടെ സമാപിപ്പിക്കാം. വായിച്ച മാത്രം ഇതുവരെ നിനക്ക് ഉപദേശിച്ചത് സാഖ്യയോഗം ആകുന്നു. ഇനി കർമ്മയോഗത്തെ കുറിച്ച് കേൾക്കുക. കർമ്മബന്ധം ഒഴിവാക്കാൻ സാധിക്കും. ദീർഘമായ ശ്വാസം സാവധാനം പുറത്തേക്ക് കണ്ണുകൾ തുറക്കാം. ഇനി വരാൻ പോകുന്നത് ധർമ്മവേദ അധർമ്മവേദ തിരിച്ചറിഞ്ഞു. ഇനി എങ്ങനെ കർമ്മം ചെയ്യണം ജീവിതത്തിൽ? ജീവിതത്തിൽ ഓരോ കർമ്മമാണ്. എല്ലാ കാര്യങ്ങളും കർമ്മത്തിൽ പോയിക്കൊണ്ടിരിക്കണം. വീട്ടിലെ കാര്യങ്ങൾ കർമ്മമാണ്, ഓഫീസിലെ കാര്യങ്ങൾ കർമ്മമാണ്, പഠനം ഒരു കർമ്മമാണ്, ഞാൻ ശരീരത്തെ ശുചിയാക്കുന്ന ഒരു കർമ്മമാണ്. കർമ്മത്തെ എങ്ങനെ നിർവഹിക്കണം, അതാണ് ശ്രേഷ്ഠമായ കർമ്മയോഗം. 2ാം അധ്യായത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഭാഗമാണ് കർമ്മയോഗം. കർമ്മയോഗത്തിലാണ് അർജുനന് ഭഗവാൻ എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യം നമ്മളെ എല്ലാ സ്വപ്നങ്ങളിൽ നിന്ന് നമ്മളെ പുറകോട്ട് തിരിച്ചു വലിപ്പിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ നേടണമെന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ അകറ്റുന്ന എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള അത് കർമ്മയോഗം കേൾക്കുന്ന ഏതൊരു ബുദ്ധിയും അതിന് അനുവർത്തിച്ചിരിക്കും. അസലത്തില്ലാതെ മാറിയിരിക്കും. അതുകൊണ്ട് ഭാഗ്യമാണ് കർമ്മയോഗം കേൾക്കാൻ സാധിക്കുന്നത്. ആണ് നാളത്തെ നമ്മുടെ ദിനം. അതിനായി നമുക്ക് കാണോട്ടിരിക്കാം. കൈകൾ മടിയിൽ മലർപ്പിച്ച് ഇത് നമ്മൾ കേൾക്കാം. ധർമ്മ അധർമ്മ മഹാജ്ഞാനത്തെ ഒന്ന് മനസ്സിലൊന്ന് ഉൾക്കൊള്ളുക. ആ ഉൾക്കൊള്ളുന്ന ഭാഗത്തിലാണ് നമ്മൾ ഇന്ന് ഗീതാധ്യാന ശ്ലോകം ശ്രമിക്കാൻ പോകുന്നത്. ഗീതാധ്യാന ശ്ലോകം എന്നാല് മഹാഭഗവത്ഗീതയെ ഒരു പൂർത്തിയായിട്ട് ഭഗവാനായിട്ട് ഗീതയെ തന്നെ ഉള്ളിൽ അറിഞ്ഞുകൊണ്ട് മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ധ്യാനിക്കുന്നതാണ് ഗീതാധ്യാന ശ്ലോകം. അപ്പൊ ഇന്ന് നമ്മൾ കേട്ട ഈ മഹാജ്ഞാനത്തോടുള്ള നന്ദി നമ്മൾ ഭഗവാന്റെ മുന്നിലേക്ക് അർപ്പിക്കുന്നത് ഗീതാധ്യാന ശ്ലോകം അത് കേട്ട് ധ്യാനിച്ചുകൊണ്ടാണ്. ഇന്ന് ആരും ചൊല്ലേണ്ടതായിട്ടില്ല. ഇത് കേട്ടാൽ മാത്രം മതി. നമ്മളെല്ലാവരും ഗീതാധ്യാനം ധ്യാനിക്കാൻ പോവുകയാണ്. ധ്യാന ശ്ലോകം കടലടിച്ച് കേട്ടുന്നാൽ മാത്രം മതി. ചൊല്ലേണ്ടതായിട്ടില്ല. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം പാർത്ഥായ പ്രതിബോധിതാ ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീ ഭഗവതി
അഷ്ടാദശാധ്യായിനി അമ്പദ്വാനുസന്തതാനി ഭഗവദ്ഗീതേ ഭവദ്വേഷിണി നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായ തപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപഃ പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ സർവോപനിഷദോ ഗാവോ ദുഗ്ധാ ഗോപാലനന്ദനാഃ പാർത്ഥോ വത്സസ്സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത് വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ഭീഷ്മദ്രോണ തഥാ ജയദ്രഥജനാ ഗാന്ധാരനീലോൽപലാ ശല്യഗ്രാമതി കൃപേണ വഹനി കർണേന വേലാകുലാ അശ്വത്ഥാമവികർണഘോരമകരാ ദുര്യോധനാവന്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണവതി കൈവർത്തകേശവഃ പാരാശര്യവചസരോജമമയം ഗീതാഗ്രഗന്ധോത്കടം ജ്ഞാനാധ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷഡ്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈः വേദൈः സാംഗപദക്രമോപനിഷदैः ഗായന്തി യം സമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാമിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കരങ്ങളിരിക്കട്ടെ. ഇന്ന് എന്റെ ധർമ്മം ഞാൻ തിരിച്ചറിഞ്ഞ ദിനമാണ്. ഞാൻ കേവലം പരമാനന്ദം മാത്രമാണ്. ബോധസ്വരൂപമാണ്. എന്നെ ഒരു കറകളും ബാധിച്ചിട്ടില്ല. ഞാൻ ശുദ്ധനാണ്, പവിത്രമാണ്, നിരഞ്ജനാണ്. നിരഞ്ജനാൽ ഒരു അനുഭവത്തിന്റെയും കഥകൾ നീന്താത്ത ദുഃഖമോ സുഖമോ ജയമോ പരാജയമോ ലാഭമോ നഷ്ടമോ അതെല്ലാം മാത്രം ഞാൻ അതിലൊന്നുമില്ല. ഞാൻ ആനന്ദമാണ്.
ആനന്ദത്തിൽ മുഴുകി ഒഴുകിയാണ് കൈകൾ നിരഞ്ജനാനന്ദ ഭാഗം. ഞാൻ ശുദ്ധമായിരിക്കുന്നു. എന്റെ ഭയമാണ് എന്നോടൊപ്പം നിമിഷം ചേർന്നിരിക്കുന്നു.
എന്റെ ചുറ്റുപാടുകളും എന്റെ സമൂഹത്തിൽ പ്രകൃതിയിലും
ശ്വാസം എടുക്കാം. ശ്വാസത്തിലേക്ക് വിടാം. ശ്വാസത്തിലൂടെ തുറക്കാം. ഭഗവത മഹാജ്ഞാനി ഗുണാദിന സമാപ്തം.